ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പ്രതിഫലങ്ങൾ കിട്ടും. അതുകൊണ്ട് തന്നെ ദൈവിക പ്രതിഫലങ്ങളെക്കുറിച്ച് ഈ രാത്രി ചിന്തിക്കുവാൻ കർത്താവ് ഞാൻ ആഗ്രഹിക്കുകയാണ്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം പ്രതിഫലങ്ങൾ വിഭജിക്കുന്ന ഒരു ദിവസമുണ്ട് എന്നുള്ള അറിവ് നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകുവാൻ ഞാൻ സ്നേഹത്തോടെ ദൈവസന്ധിയിൽ ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം വാക്യം വായിക്കാൻ ഒരു കുഞ്ഞുണ്ടെന്ന് പറഞ്ഞു. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 3-ാമത് അധ്യായത്തിൻ്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 3-ാമത് അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. 2 കൊരിന്ത്യർ 5:10 അത് കഴിഞ്ഞ് വായിക്കണം കുഞ്ഞെ. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്നു, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നു എങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്നവിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കും എങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും. എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. ശരി, 2 കൊരിന്തി. താങ്ക് യു മോളെ. 2 കൊരിന്തി 5:10. 2 കൊരിന്തി 5:10. അവനവന് ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ നിൽക്കേണ്ടി വരും. 2 കൊരിന്ത്യർ 5:10. റോമാലേഖനം 14:10. റോമർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 10-ാം വാക്യം. കുറിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ കുറിക്കാം കേട്ടോ. റോമർക്ക് എഴുതിയ ലേഖനം 14:10. എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നതെന്ത്? അല്ല, നീ സഹോദരനെ ധിക്കരിക്കുന്നതെന്ത്? നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കേണ്ടി വരും. ഒരുപക്ഷെ ഈ വാക്യങ്ങളൊക്കെ നമുക്ക് പരിചയമുള്ളവരാണ്. ഇന്നലെ ദൈവദാസന്മാരും ഏതാണ്ടൊക്കെ സമാനമായ ചിന്തകളൊക്കെ പങ്കുവെച്ചു എന്ന് കേൾക്കുവാനിടയായി തീർന്നു. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ നിൽക്കേണ്ടി വരും. അപ്പോൾ ക്രിസ്തുവിൻ്റെ ന്യായാസനങ്ങളും ന്യായവിധികളും നമുക്ക് ചിന്തിക്കുക. എത്രയും ലളിതമായി ആ കാര്യങ്ങൾ പറയുവാനായിട്ട് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുക. ഒന്നാമത്തെ ന്യായവിധി ദൈവം ക്രിസ്തുവിന് അനുവദിച്ച ന്യായവിധിയാണ്, അഥവാ അവിടുത്തെ മേൽ ചുമത്തപ്പെട്ട ശിക്ഷ എന്ന് കാണുകയാണ്. യെശയ്യാപ്രവചനം 53-ാമത് അധ്യായത്തിൽ, യെശയ്യാപ്രവചനം 53-ാം അധ്യായം മശീഹ പ്രവചനമാണ്. അവിടെ കാണുന്നു കർത്താവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. 3-ാം വാക്യം. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായിരുന്നു. അവനെ കാണുന്നവർ മുഖം മറിച്ച് കളയത്തക്കോണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവിടുന്ന് വഹിച്ചു, നമ്മുടെ വേദനകളെ അവിടുന്ന് ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. 5-ാം വാക്യം. എന്നാൽ അവിടുന്ന് നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു വിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു വിരിക്കുന്നു. എല്ലാവരും പറഞ്ഞ്, നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവിടുത്തെ, നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവിടുത്തെ മേലായി, നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവിടുത്തെ മേലായി, അവിടുത്തെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു വിരിക്കുന്നു. ഇത് ക്രിസ്തു താൻ സ്വയം നമുക്ക് വേണ്ടി ഏറ്റെടുത്ത ശിക്ഷയാണ്. എന്തിനാണ് കർത്താവ് ശിക്ഷ ഏറ്റെടുത്ത്? നമുക്കറിയാം, മനുഷ്യരെല്ലാം പാപികളായിത്തീർന്നു. എങ്ങനെ? ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തൻ്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ്. ദൈവിക സ്വരൂപത്തിലും ദൈവിക ഛായയിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. വചനം പറയുന്നു, ദൈവം മനുഷ്യനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചു. അങ്ങനെ ഉന്നതമായ സൃഷ്ടിയുടെ മണിമകുടമായിരുന്ന മനുഷ്യൻ, അതിനുശേഷം മനുഷ്യൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന നന്നല്ലെന്ന് കണ്ടിട്ട് ദൈവം അവന് തക്കതായ ഒരു തുണിയെ കൊടുക്കുന്നുണ്ട്. അവന് ഉറക്കം കൊടുക്കുന്നു, അസ്ഥി എടുക്കുന്നു, ഒരു സ്ത്രീയെ സൃഷ്ടിക്കുന്നു. അങ്ങനെ ആ സ്ത്രീയെ കണ്ടപ്പോൾ അവൻ പാടുന്നു, ഇവളെൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവും നരലിൽ എടുത്തിരിക്കാലൊക്കെ നാരി എന്ന് പേരാകും. അവർ ഇരുവരും ഒരു ദേഹമായി തീരും. അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹം അത്രേ. അങ്ങനെ
ദൈവം കുടുംബം സ്ഥാപിക്കുന്നു, ആണിനെയും പെണ്ണിനെയും സൃഷ്ടിക്കുന്നു, അവർക്ക് വേണ്ടി കുടുംബം സ്ഥാപിക്കുകയും അവരെ ഏദൻ പ്രതീക്ഷയിൽ ആക്കി വെക്കുകയും ചെയ്യുന്നു. സന്താന സമൃദ്ധിയുള്ളവരായി നിങ്ങൾ പെരുകുവീനെന്ന് ദൈവം അവരെ അനുഗ്രഹിക്കുന്നു. എന്നാൽ അവരോട് ദൈവം പറഞ്ഞു, നിങ്ങൾക്കെല്ലാം കഴിക്കാം, എന്നാൽ തോട്ടത്തിന് നടുക്ക് ഒരു വൃക്ഷം നിപ്പുണ്ട്, നന്മ തിന്മകളെക്കുറിച്ചുള്ള വൃക്ഷഫലമാണ്. അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? കഴിക്കാൻ പാടില്ല. അതിന് കാരണമുണ്ട്. ദൈവം മനുഷ്യൻ്റെ അകത്ത് നിത്യത വെച്ചിട്ടുണ്ട്. ദൈവം മനുഷ്യൻ്റെ അകത്ത് ആത്മാവുണ്ട്, ആത്മാവിനെയും നിത്യതയും വെച്ചിട്ടുണ്ട്. അപ്പോൾ തിന്മ നന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലത്തിൽ നിന്ന് നിങ്ങൾ കഴിക്കരുതെന്ന് കർത്താവ് പറയുമ്പോൾ ശാന്തമായി, എത്രയും ലളിതമായി അതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കാം, ചിന്തിക്കാം. തിന്മയും നന്മയും നിശ്ചയിക്കേണ്ടത് ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിലാണ്. നമ്മുടെ സ്റ്റാൻഡേർഡിലാണോ? അല്ല. നമ്മുടെ സ്റ്റാൻഡേർഡിൽ നമ്മൾ തിന്മ നന്മകളെ നിർവചിച്ചാൽ ഇന്നത്തെ മക്കൾ പലതും ചെയ്തിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വാട്ട്സ് റോങ് ഇൻ ഇറ്റ്? അതിനിപ്പോൾ എന്നാ എന്ന് വളരെ ലളിതമാക്കി ചോദിക്കും. ഏത് കാര്യം ചോദിച്ചാൽ അവർ ചോദിക്കും വാട്ട്സ് റോങ് ഇൻ ഇറ്റ്, അതിനിപ്പോൾ എന്താ പറ്റി, അതിനിപ്പോൾ എന്നാ കുഴപ്പം എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കുഴപ്പങ്ങൾ പലതും അവരുടെ കണ്ണിൽ കുഴപ്പമല്ല. നമ്മുടെ കുഴപ്പങ്ങൾ പലതും അമ്മ പുറകെ നടക്കുന്ന കൊച്ചിൻ്റെ പുറകെ, എന്തിനാ മോനെ മുടി വെട്ടടാ, എടാ മുടി വെട്ടടാ, എടാ മുടി വെട്ടടാ, എടാ മുടി വെട്ടടാ, അതിനെന്താ ഇപ്പം കുഴപ്പം, അതിനിപ്പോൾ എന്താ കുഴപ്പം? കർത്താവിന് പോലും മുടിയില്ലായിരുന്നു. അവർ ചോദിക്കാൻ ചോദ്യമാണ്, കർത്താവിന് മുടിയില്ലായിരുന്നു. കർത്താവിന് മുടി ഉണ്ടായിരുന്നു, നിന്നോട് ആരാ പറഞ്ഞു? കണ്ട ആ പടത്തിൽ കണ്ടില്ലേ, അത്രയും മുടി ഉണ്ടായിരുന്നു, അത്രയും മുടി എനിക്കില്ലല്ലോ. അപ്പം എന്തിനും നമ്മളുടെ കയ്യിൽ അധികാരം കിട്ടിയ നമ്മൾ തിന്മയെ നന്മയാക്കും, നന്മയെ എന്താക്കും? തിന്മയാക്കും, അല്ലേ? തിന്മയെ നന്മയാക്കും, നന്മയെ എന്താക്കും? തിന്മയാക്കും. മോനെ കുടിക്കരുത്, കാനാവിലെ വെള്ളത്തിന് കർത്താവ് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി അടിച്ച് പെരുത്തില്ലേ എല്ലാവരും? നമ്മളിച്ചിരി വെള്ളം അടിച്ചാണോ കുഴപ്പമാണ് എന്നൊക്കെ ചോദിച്ചാൽ നമ്മളിപ്പോൾ എന്താ ഉത്തരം പറയുന്നു? അപ്പം എന്തിനും അവരുടെ കയ്യിൽ എന്തുണ്ട്? ഉത്തരവുണ്ട്. പണ്ടിക്ക് ഒരു അച്ഛൻ പറയുന്നത് കേട്ടാണ്, ദൈവത്തിൻ്റെ കയ്യിലൊരു പാനപാത്രമുണ്ട്, അതിൽ മദ്യം നുരഞ്ഞ് പൊങ്ങുന്നു, ഭൂമിയിലെ ദുഷ്ടന്മാർ അതിൻ്റെ മട്ട കുടിക്കുന്നു, നീതിമാന്മാർ തെളി ഊറ്റി കുടിക്കുന്നു. അവർ ബാക്കിയോട്ട് എഴുതി, നീതിമാൻ തെളി എന്ത് ചെയ്യുന്നു? ഊറ്റി കുടിക്കുന്നു. അപ്പം എഴുതാപ്പുറം വായിക്കാൻ നമ്മളെല്ലാവരും മിടുക്കരാ. അപ്പം നമുക്കെന്താ കുഴപ്പം? നമ്മൾ തിന്മയെ നന്മയാക്കും, നന്മയെ തിന്മയാക്കും. അപ്പം ദൈവം തമ്പുരാൻ പറഞ്ഞു, മക്കളെ അതൊന്നും ചെയ്യണ്ട. പക്ഷെ പിശാച് വന്ന് പറഞ്ഞു, അങ്ങനെയല്ല മക്കളെ, അത് തിന്നുമ്പം നിങ്ങളുടെ കണ്ണെന്ത് ചെയ്യും? തുറക്കും. നിങ്ങൾ ആരെ പോലാകും? ഞാൻ ഈ അടുത്തിടയ്ക്ക് അത് ചിന്തിക്കുമ്പോൾ എനിക്ക് രസം തോന്നി. ഇപ്പോൾ ഈ അഡ്വർടൈസ്മെൻറ്റ് കമ്പനികളുണ്ട്, വളരെ രസകരമായിട്ടാണ് ഈ അഡ്വർടൈസ്മെൻറ്റ്. അവർ ഒറ്റ വാക്കിലാണ് ഈ അഡ്വർടൈസ്മെൻറ്റ്, ഒറ്റ 2-3 വാക്കുകളെ കാണത്തുള്ളൂ. അതിനകത്ത് നമ്മൾ അറ്റൻഷൻ പിടിച്ചിടും. LDF വരും, എല്ലാം ശരിയാകും. ഇലക്ഷന് മുമ്പിലുള്ള വികസനത്തിന് ഒരു വോട്ട്, നേരോടെ, നിരന്തരം, നിർഭയം. ഒരു മാധ്യമത്തിൻ്റെ ചാനലിൻ്റെ ഇതാണ്. അങ്ങനെ എപ്പോഴും അഡ്വർടൈസ്മെൻറ്റിലാണ് ക്യാപ്ഷൻ, ഈ അറ്റൻഷൻ പിടിക്കുക. ലോകത്തോദ്യം അഡ്വർടൈസ്മെൻറ്റ് നടത്തിയ ആരാന്നറിയാം? സാത്താൻ. എവിടെയായിരുന്നു? ഏദൻ തോട്ടത്തില്ല. ഹവ്വ ഇങ്ങനെ പോവുക, പെട്ടെന്ന് സാത്താൻ ഒരു ഭയങ്കര രീതിയിൽ ഇങ്ങോട്ട് വന്ന് കാണും. അപ്പോൾ തന്നെ ഇവിടെയൊക്കെ ഇരിക്കുന്ന ടീമുകളൊക്കെ ബേസ് വായിച്ചു, ലീഡ് വായിച്ചു, പിന്നെ ഓർഗൻ വായിച്ചു, ആട്ടിച്ച് തകർത്തൊരു അഡ്വർടൈസ്മെന്റ്. എന്തായിരുന്നു അറിയാമോ? കാണുക, കഴിക്കൂ, ടണ്ടടേൻ, പിന്നെ അതിനകത്ത് എന്നിട്ട് പറഞ്ഞു, ആരെ പോലാകൂ? കാണൂ, കഴിക്കൂ, ദൈവത്തെ പോലാകൂ. വീണു, ഫ്ലാറ്റായിപ്പോയി. ആരാ? ഹവ്വ. കണ്ടു, കഴിച്ചു, തീർത്തു. അഡ്വർടൈസ്മെൻ്റ് കമ്പനി വീഴിച്ചതാണ്. ആരെ? സർപ്പം ഉപായത്താൽ ആരെ ചതിച്ചു? ഹവ്വയെ ചതിച്ചു. കണ്ടോ? ഉപായം ചതിച്ചു, അവർ പാപിയായി മാറി. അതിനുശേഷം ആദമും കഴിക്കുന്നു. മനുഷ്യൻ കൽപ്പന ലംഘനം മൂലം പാപികൾ. പാപം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ ഈ കുടിക്കരുത്, പുകവലിക്കരുത് ഇതൊക്കെ പറയുമ്പോൾ അത് പാപത്തിൻ്റെ ബഹിർസ്ഫുരണങ്ങളാണ്. പാപം മനുഷ്യൻ്റെ അകത്ത് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അത് അവസരം കിട്ടുമ്പോൾ അതിൻ്റെ അവസ്ഥകളായി പുറത്തു വരുന്നതിൻ്റെ പേരാണ് പാപത്തിൻ്റെ സ്വഭാവങ്ങൾ, പ്രവൃത്തികളെന്ന് പറയും. പാപം ഒരവസ്ഥ, ഒരു സ്റ്റേജാണ്. അങ്ങനെ മനുഷ്യൻ പാപികളായി. അതുകൊണ്ടാണ് പാപം ചെയ്യാത്തവരുടെ മരണം ആദം മുതൽ മോശഫലമാണ്. പാപത്തിൻ്റെ ശമ്പളം എന്താണ്? മരണമാണ്. അങ്ങനെ മനുഷ്യൻ പാപത്തിനും മരണത്തിനും പിടിപെട്ടുന്നു. ദൈവം അവർക്ക് നിയമങ്ങളൊക്കെ കൊടുത്തു രക്ഷിക്കാൻ വേണ്ടി. നിയമം ലംഘിച്ചാൽ എന്ത് കിട്ടും? ശിക്ഷ കിട്ടും. അതിനാണ് ദൈവം നിയമം കൊടുത്തത്. എന്താ നിയമം കൊടുത്തത്? ഞാനല്ലാതെ അന്യ ദൈവം നിങ്ങൾക്ക് ഉണ്ടാകരുത്, രൂപാരാധനകളിലേക്ക് നിങ്ങൾ പോകരുത്, നിങ്ങൾ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം, നിങ്ങൾ മോഷ്ടിക്കരുത്, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, കള്ളസത്യം ചെയ്യരുത്, ഇങ്ങനെ നിയമങ്ങൾ ഒത്തിരി കൊടുത്തു. ദൈവം നിയമം കൊടുക്കാൻ കാര്യം നിയമം ഓർത്ത് ജീവിക്കണം. നിയമം ലംഘിച്ചാൽ എന്ത് കിട്ടും? ശിക്ഷ കിട്ടും. നിയമം ലംഘിച്ചാൽ ശിക്ഷ കിട്ടും. അപ്പോൾ ശിക്ഷയോർത്ത് എന്താ അനുസരിക്കണം? നിയമം അനുസരിക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ അതിന് ദൈവം നിയമം കൊടുത്തു. പക്ഷേ
ഈ മനുഷ്യർക്കൊരു പ്രശ്നമുണ്ട്, കൽപ്പന അനുസരിക്കാൻ പാടാണ്. അകത്ത് പാപം കിടക്കുന്നതുകൊണ്ട് എപ്പോഴും ഈ കൽപ്പന ലംഘിക്കാനുള്ള ഒരു ത്വരയുണ്ട്. എല്ലാ മനുഷ്യരുടെ അകത്ത് ഇത് കിടപ്പുണ്ട്. വളരെ ലളിതമായിട്ടൊക്കെ അത് പറയാം. ഇപ്പോൾ പരീക്ഷയുടെ സമയമാണ്. ഈ മാർച്ച് 3 സ്റ്റേറ്റ് സിലബസ് തുടങ്ങുക അല്ലേ? ഇപ്പം 10th-ൻ്റെയും 12th-ൻ്റെയും ഒക്കെ പരീക്ഷ മാർച്ച് തുടങ്ങുന്നു. ഇനി എത്ര ദിവസമുണ്ട്? എണ്ണിയാനുള്ള ദിവസവും. പിള്ളേരെല്ലാം പഠിക്കും. എന്നാണെന്നറിയാമോ? തലേ രാത്രി ഇരുന്ന് പഠിക്കും. അതുവരെ ഇങ്ങനെ വായി നോക്കി നടക്കും. ഇനിയുണ്ട് ഇത്രയും ദിവസമല്ലേ ഉള്ളൂ. പക്ഷെ പഠിക്കത്തില്ല. എന്നാ പഠിക്കുക? തലേ രാത്രി പഠിക്കാൻ വെച്ചേക്കുക. എന്നോട് എൻ്റെ കൊച്ചൻ പറഞ്ഞ ഏതായാലും പഠിക്കണം, മെനക്കെണ്ട. എന്നാൽ പിന്നെ ഒറ്റ ദിവസം മെനക്കെട്ടാൽ പോരെ. ഈ ഒറ്റ ദിവസം മെനക്കെട്ട ഒക്കത്തിനെന്നുള്ളത് അവർക്ക് അറിയത്തില്ല. അങ്ങനെയല്ല, പഠിക്കുമ്പോൾ നമ്മൾ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ നാളുകളിൽ അത് പ്രയോജനപ്പെടണ്ടേ? അപ്പോൾ അതിനുവേണ്ടി പഠിക്കണ്ടേ? എന്താ പറയുക, മനുഷ്യർക്ക് പഠിക്കാൻ വേണ്ടിയുള്ള മക്കൾക്ക് പഠിക്കണം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. ഞാൻ 10ാം ക്ലാസ്സിൽ ചെന്നപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പപ്പ പുന്നാര മകന് ഒരു സമ്മാനം തന്നു. 10ാം ക്ലാസ്സിലോട്ട് കയറുന്ന മോൻ. അപ്പം തന്നെ കടയിൽ പോയി എനിക്കൊരു സാധനം കൊണ്ട് തന്നു മക്കളെ, വളരെ സ്നേഹത്തോടെ. 10 വലിയ സംഭവമാണ്, SLC-യാണ്. പിന്നാണ് ഇപ്പോൾ ഈ +2 വരുന്ന മുമ്പ് 10ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാന വിദ്യാഭ്യാസ സമ്പ്രദായമാണ്, സർട്ടിഫിക്കറ്റിനൊക്കെ വാല്യുണ്ട്. അപ്പോൾ എനിക്ക് പപ്പ ഒരു സമ്മാനം തന്നു. വട്ടത്തിയിരിക്കും, കണ്ടിട്ടുണ്ടോ? മേളിലൊരു കൊളുത്തുണ്ട്, അവിടുത്തെ ഒരു കുത്തുന്ന സാധനമുണ്ട്, താഴെ 2 കാലുണ്ട്. കണ്ടിട്ടുണ്ടോ? ഇല്ല. വട്ടത്തിരിക്കുന്ന 2 കാലടിയിലുള്ള മേളിലൊരിത്, പുറകിൽ കുറച്ചിങ്ങനെ തിരിക്കുന്ന സാധനമൊക്കെ ഉണ്ട്. ഇനിയും ക്ലൂ എന്താ പറയുന്നത്? ക്ലോക്കോ, ടൈം പീസ്. കണ്ടിട്ടില്ല? ഇപ്പം എല്ലാം ഈ അലാറം മൊബൈലിലായതുകൊണ്ട് കണ്ടിട്ടുണ്ട്. ടൈം പീസ് കണ്ടിട്ടുള്ളവരൊന്ന് കൈ നോക്കാം. നല്ലൊരു ടൈം പീസ് മേടിച്ചത്. എന്തിനാ ടൈം പീസ് തന്നറിയാമോ? ടൈം പീസ് എന്തിനാ തന്നേ? രാവിലെ എന്തോ വെക്കണം? അലാറം വെക്കണം. ഞാൻ നേരത്തെ കിടക്കും, പഠിക്കില്ല, രാവിലെ എഴുന്നേറ്റോളും. ശരി, കിടന്നു. രാവിലെ ആകുമ്പോൾ നമുക്ക് ഫ്രഷായിട്ട് പഠിക്കാം. 3 മണിക്കൊക്കെ അലാറം വെച്ചിട്ട് കിടക്കും. 3 മണി 3:30 ആകുമ്പോൾ ചിലപ്പോൾ വെക്കുന്ന സമയത്ത് ഇവനെ അടി തുടങ്ങും. നമ്മളിങ്ങനെ നല്ല ഉറക്കത്തിൽ കിടക്കുമ്പോൾ ഒറ്റ അടി. എൻ്റെ പൊന്നെ, ഉറക്കം പോവും, എല്ലാം പോവും. പക്ഷെ നമ്മളൊരു കാര്യം ചെയ്യും, അവിടെ കിടന്നുകൊണ്ട് തന്നെ കൈ നീട്ടി എന്തോ ചെയ്യും? അതിനിട്ടൊരു ഞെക്ക് വെച്ച് കൊടുക്കും, ഓഫാക്കും. എന്നിട്ട് സുഖമായിട്ട് കിടന്ന് എന്ത് ചെയ്യും? ഉറങ്ങും. വല്ല കാര്യമുണ്ടോ? ഇല്ല. ആഗ്രഹമുണ്ട്, ഒക്കുന്നുണ്ടോ? ഇല്ല. നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സമ്മതിക്കാത്ത തിന്മയുടെ പ്രമാണം. ഈ കല്യാണത്തിലൊക്കെ പോകുമ്പം മിക്കപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇവിടെ സദ്യയാണ്. ഞങ്ങളുടെ നാട്ടിൽ പലപ്പോഴും കല്യാണത്തിന് ഇച്ചിരി വേറെ ഓരോ നാടിൻ്റെ സമ്പ്രദായങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ ബിരിയാണി ഒക്കെ വിളമ്പുമ്പോൾ ചില അച്ചായന്മാർ ചൂടായി വിളമ്പുന്ന പിള്ളേരോട്, ഇങ്ങോട്ട് വന്നേ. അന്നേരം ഈ മാന്യതയൊക്കെ പോകും. നീ ഇങ്ങോട്ട് വന്നേ, മോനിക്ക് വന്നേ, ഇനി വന്നേ, എൻ്റെ കൈക്ക് വിറയിലുണ്ടോ? നിനക്ക് എന്നാണ് കുഴപ്പം? എനിക്ക് വിറയിൽ വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. ഇടറാ പീസ് ഇങ്ങോട്ട്. നീ പീസിങ്ങോട്ട്, നീ പീസ് ഇങ്ങോട്ടിട. ഈ പീസ് ഇടാൻ പറയുന്ന അച്ചായൻ്റെ കൊളസ്ട്രോൾ 500 ആയിരിക്കും. നീ പീസ് എന്നൊക്കെയാണ് പറയും. ഈ ഐസ്ക്രീം അവിടെ പോയിട്ട് 2ാമതൊരു ഐസ്ക്രീം കൂടെ പമ്മിപ്പോയി എടുക്കുന്ന ആരായിരിക്കും? ഷുഗറുള്ളവരായിരിക്കും. ഷുഗറുള്ളവരെല്ലാം. അതോ അന്ന് അച്ചായ എടുക്കുന്ന ഇച്ചിരി കൂട്ടി കുത്തിക്കോളാവും, അല്ലെങ്കിൽ ഒരു ഗുളിക കൂടുതലെടുത്തേക്കാം. അതൊന്നും ശരിയാകത്തില്ല. പക്ഷേ നമുക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും പലപ്പോഴും എന്ത് ചെയ്യാറില്ല? ഒക്കാറില്ല. അതാണ് ഈ പാപത്തിൻ്റെ സ്വഭാവം. ഇത് എല്ലാ കാര്യത്തിലും ഇത് സത്യമാണ്. പലപ്പോഴും ആഗ്രഹമൊക്കെ ഉണ്ട് മനുഷ്യൻ. ആഗ്രഹമില്ലെന്നും പറയാനൊക്കത്തില്ല. എല്ലാ മനുഷ്യർക്കും നല്ല ആഗ്രഹങ്ങളും. പക്ഷെ ഒക്കാറുണ്ടോ? ഇല്ല. എന്താ കാര്യം? അകത്തെന്തോ കിടപ്പുണ്ട്? പാപം കിടപ്പുണ്ട്. ഈ പാപം നമ്മളെ അവസരം കിട്ടുമ്പം ചതിക്കും. അപ്പോൾ അതുകൊണ്ട് മനുഷ്യർ പാപികളായി മാറി. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ദൈവം ന്യായപ്രമാണം കൊടുത്തപ്പം അതുകൊണ്ടാണ് ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണം മോശമാണോ? അല്ല. ന്യായപ്രമാണം തെറ്റാണോ? അല്ല. ന്യായപ്രമാണം മോശമാണോ? അല്ല. പക്ഷെ ന്യായപ്രമാണം അനുസരിക്കാൻ മനുഷ്യന് കഴിയാതെ പോകുന്നു. എന്തുകൊണ്ടാണ്? അകത്തെന്തോ കിടക്കുക? പാപം കിടക്കുക. ഇവൻ ഏതിനും തൂക്കുന്നു അതിന് ദാസനാകും. പാപം കിടക്കുന്നതുകൊണ്ട് ന്യായപ്രമാണം അവനെ പാപത്തിന് ശിക്ഷയ്ക്ക് കാരണം. നിയമം ലംഘിച്ച ശിക്ഷ. എന്നിട്ടും നമുക്കാർക്കും ഒഴിയാനൊക്കത്തില്ല. കാരണം നിയമം, ന്യായപ്രമാണം, സൺഡേ സ്കൂള് പഠിച്ചിട്ടില്ലെന്ന് പറഞ്ഞാലും അവൻ്റെ അകത്തൊരു നിയമമുണ്ട്. അതിൻ്റെ പേരാണ് മനസാക്ഷി. മനസാക്ഷി എന്ന് പറയുന്നൊരു നിയമമുണ്ടോ? കേട്ടിട്ടുണ്ടോ? മനസാക്ഷി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടോ? ഉണ്ട്. മനസാക്ഷി ഉണ്ടെന്ന് പറയാൻ ഉദാഹരണം പറയുന്നത് എന്തിനാ? മനസ്സിലാക്കാൻ വേണ്ടിയാ. ഈ ഞങ്ങളുടെ പെന്തക്കോസ്തുകാരുടെ ഇടയിൽ ഇപ്പം അവിടെ ഇവിടെയൊക്കെ കുടിക്കുന്നവരുണ്ടെന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം കുടിക്കുന്നവരില്ലെന്ന് പറയാം. പണ്ടൊരാൾ ടി.ജി. ഉമ്മച്ചനപ്പച്ചനാന്ന് തോന്നുന്നു, കുടിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ ഇടയിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി ചാടി എഴുന്നേറ്റ് ചോദിച്ചു, ആരവൻ? ഇപ്പം ഞാൻ അവനെ മുടക്കാം, കൊണ്ടുപോകാന്ന് പറഞ്ഞു. നമുക്കിപ്പോൾ അങ്ങനെ മുടക്കാൻ ഒക്കുമോ?
പോട്ടെ. കുടി, പുകവലി, ഇതിനെതിരെയൊക്കെ ഞങ്ങൾ ശക്തമായിട്ട് നിൽക്കുന്നവരാണ്. ഞങ്ങൾക്ക് അറിവില്ലെങ്കിൽ പറയാം, തിരുമേശ കിടക്കണമെങ്കിൽ നിർബന്ധമായും ഈ സ്വഭാവങ്ങൾ ഇല്ലാത്തവരായിരിക്കും. വേണം ഞങ്ങൾ ചത്താ കുഴിച്ചിടും ചിലപ്പോൾ. പക്ഷെ തിരുമേശ എടുക്കണമെങ്കിൽ നിർബന്ധമായിട്ട് പറയും, ഇങ്ങനെയുള്ളവർ ഒരിക്കലും എവിടുന്ന് കൈ നീട്ടരുത്, തിരുമേശ കൈ നീട്ടരുത്. അത് നമുക്ക് നിർബന്ധമുള്ളൊരു കാര്യമാണ്. എന്നാലും ചിലർ ഈ പുകവലി നിർത്തുമ്പോൾ എനിക്കറിയാം അവർ നിരന്തരമായിട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ വലി നിർത്തിയോ? പിന്നെ ഭാഷ കാര്യത്തിൽ ഞാൻ ചെയിൻ സ്മോക്കർ അല്ലായിരുന്നു, ഒന്നൊന്ന് കത്തിക്കുന്ന ആളല്ലായിരുന്നു. ഇപ്പം എന്തോ ആശ്വാസം എന്നറിയോ, ചുമയൊക്കെ കുറഞ്ഞു, വലിയ വിശ്വാസം. മനെ സത്യമായിട്ട് നീ നിർത്തിയെന്ന് അല്ല, ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുക, ഉള്ളോ അങ്ങ് പറ, നിർത്തിയെന്നൊക്കെ ചോദിച്ചാൽ നിർത്തി ഭാഷ. പിന്നെ രാവിലെ ടോയ്ലറ്റിൽ പോകുമ്പോൾ ഒരു ചെറിയ എടുക്കുക, അന്നേരം ഉള്ളു. അല്ല, ഞാൻ 40 എണ്ണമൊക്കെ വലിച്ചുകൊണ്ടിരുന്നത് ഞാനിപ്പോൾ ടോയ്ലറ്റിൽ പോകും, അത് മൊത്തം വലിക്കത്തില്ല, 2-3 എണ്ണം മാത്രം പുക എടുത്തുനിന്ന് ഈ ടോയ്ലറ്റിൽ പോകുമ്പോൾ ഇത് വേണമെന്നുള്ള നിർബന്ധം എന്താ? ആദ്യം ഇഷ്ടം വലിച്ചു തുടങ്ങിയത് കൊച്ചിലെയാണ്. അന്ന് അമ്മ കാണാതെ, അമ്മാവൻ കാണാതെ, അച്ചായൻ കാണാതെയും പോയിരുന്ന് വലിച്ച അവിടെ ഇരുന്ന് ആരും കാണാതെ വലിച്ചത്. ഇപ്പോൾ അത് ഇതുമായിട്ട് കൂട്ടായി. അവിടെ പോകണമെങ്കിൽ ഇത് വേണം, ഇവിടെ പോകണമെങ്കിൽ അത് വേണം. ആദ്യം ഇത് അവിടെ ഇരുന്ന് കാടും കാണാതെ വലിച്ചത് ആര് പറഞ്ഞിട്ട്? ആരും കാണരുതെന്ന് പറഞ്ഞ ആരാ? മനസാക്ഷി. ആരും കാണുന്ന മോശമാണെന്ന് പറഞ്ഞ ആരാ? മനസാക്ഷി. അപ്പോൾ മനുഷ്യൻ്റെ അകത്ത് മനസാക്ഷിയുണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ നിർജീവമാകും. പാപങ്ങളുടെ ആവർത്തനം മനസാക്ഷിയെ എന്താക്കും? നിർജീവമാക്കും. അതുകൊണ്ട് പാപങ്ങൾ ആവർത്തിക്കരുത്. ആവർത്തിച്ചാൽ മനസാക്ഷി നിർജീവമായി. മനസാക്ഷിയുടെ ശബ്ദം നേർത്ത് വരും. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഗുണ്ടകളെയൊക്കെ ആദ്യം, ചില ഗുണ്ടകളുടെയൊക്കെ കഥ കേൾക്കുമ്പോൾ അവിടെ അമ്മയൊക്കെ പറയത്തില്ല, അവൻ കോഴിയെ ചോര കണ്ടാൽ ചത്ത് വീഴുമായിരുന്നു, മയങ്ങിപ്പോവായിരുന്നു. അവൻ ചോര കൊണ്ടാൽ മരങ്ങി വീഴും. കോഴിയെ കൊല്ലാൻ പോലും അവനെ കൊണ്ട് ഒക്കാത്തവൻ ഇപ്പം ഇങ്ങനെയൊക്കെ ഒത്തേ എങ്ങനെയെന്നറിയാം? ഈ പിള്ളേരുടെ കയ്യിലൊക്കെ വടിവാൾ കൊടുത്തിട്ട് പട്ടിയെ വെട്ടിക്കും, തെരുവ് നായ്ക്കളെ കൊണ്ടിട്ട് വെട്ടിക്കും. പട്ടിയെ വെട്ടി ചോര മാറുമ്പോൾ ഇവന് ചോര കണ്ടുള്ള എന്തോ പോകണം, അറപ്പ് പോകണം. അല്ലാതെ എവിടെയെങ്കിലുമൊക്കെ ചോര കണ്ടോ അവനവിടെ മയങ്ങി വീഴത്തില്ലേ? വെട്ടാൻ പോകുന്ന മയങ്ങി കിടക്കത്തില്ലേ? അപ്പം ചോര കണ്ട അറപ്പ് മാറിയവനെ വെട്ടാനൊക്കെ തോന്നും. എങ്ങനെ ഈ ചോര കണ്ടാൽ പേടിക്കുന്നവൻ്റെ അറപ്പ് മാറിയത്? ആവർത്തനം. കണ്ട് പേടിയില്ലാതാകുക, അതിലൂടെ ലഹരിയും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനസാക്ഷി എന്ന് പറയുന്നത് നിർജീവമാകും. അപ്പോൾ ഏതായാലും മനുഷ്യൻ്റെ അകത്തൊരു കോടതിയുണ്ട്. ആ കോടതി ന്യായപ്രമാണം ശിക്ഷയ്ക്ക് പാത്രീഭൂതരാക്കി. എന്നിട്ടും മനുഷ്യൻ പാപം ചെയ്യാൻ തുടങ്ങി. അപ്പം മനുഷ്യന് ദൈവം നിയമം കൊടുത്തു. എന്താണ്? നിങ്ങൾ പാപം ചെയ്തെടുത്ത് നിങ്ങളെ രക്ഷിക്കാം. ഒരു വഴി, നിങ്ങൾ മരിക്കേണ്ടിടത്ത് മൃഗം മരിച്ചാൽ മതി. ഇതാണ് യാഗം. നമ്മൾ മരിക്കേണ്ടിടത്ത് ആരെ കൊണ്ടുവരും? മൃഗത്തിനെ കൊണ്ടുവരും. മൃഗത്തെ യാഗമാക്കും. പ്രാവ്, ആട്, കാള, അവനവൻ്റെ സാമ്പത്തിക സ്ഥിതി, പാപത്തിൻ്റെ പശ്ചാത്തലമൊക്കെ അനുസരിച്ച് യാഗം കഴിക്കാൻ തുടങ്ങി. അപ്പോൾ യാഗം കഴിക്കുമ്പം പാപം തീരും. പക്ഷെ വീണ്ടും എന്ത് ചെയ്യും? പാപം ചെയ്യും. അപ്പം വീണ്ടും എന്ത് കഴിക്കണം? യാഗം കഴിക്കണം. അതായിരുന്നു മതത്തിൻ്റെ ശക്തി. മനുഷ്യൻ പാപം തീർന്ന മതത്തിൻ്റെ ശക്തി പോവും. മതം പറയും നിങ്ങൾ പരിഹാര പ്രക്രിയകൾ ചെയ്യണം. നമ്മളെപ്പോഴും കേൾക്കുന്ന ഈ പരിഹാര പ്രക്രിയ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അത് ചിലവുള്ളതാണ്. അതിന് യാഗങ്ങൾ വേണം, പുരോഹിതൻ വേണം. എല്ലാ മതങ്ങളിലും പുരോഹിത വൃന്ദങ്ങളുണ്ട്. അപ്പം പുരോഹിതർ മനുഷ്യൻ പാപം ചെയ്താലേ അവർക്ക് പ്രായശ്ചിത്ത ബലികൾ നടക്കത്തുള്ളൂ. പ്രായശ്ചിത്ത ബലികൾ നടന്നാലേ പുരോഹിതന് പണി കിട്ടത്തുള്ളൂ. പുരോഹിതൻ്റെ വീട്ടിൽ പൈസ ഉണ്ടാകണമെങ്കിൽ മനുഷ്യൻ എന്തോ ചെയ്യണം? പാപം ചെയ്യണം, അല്ലേ? പാപത്തിന് ഈ ഇറച്ചിയൊക്കെ കൊണ്ടുവരുമ്പോൾ, പഴയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ അറിയാം, അതിൻ്റെ മേധസ്സൊക്കെ കത്തിച്ച് കളഞ്ഞിട്ട് കുറേ ഭാഗമൊക്കെ ആർക്കുള്ളതാണ്? പുരോഹിതനുള്ളതാണ്. അങ്ങനെ പുരോഹിതന് ഇറച്ചി ഇന്ന് തടിച്ചു തീർത്ത് ജനങ്ങൾ ക്ഷീണിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് കാറൽ മാർക്സ് ഒക്കെ പറയുന്നത് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. അങ്ങനെ മതത്തിൻ്റെ, പാപത്തിൻ്റെ, പരിഹാരത്തിൻ്റെ കരാളഹസ്തങ്ങളിൽ മനുഷ്യൻ പെട്ടപ്പോൾ അവർ നിലവിളിച്ച ഒരു നിലവിളിയാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, എന്നെ ആര് രക്ഷിക്കും? ഉത്തരം കർത്താവായ യേശു ക്രിസ്തുവായിരുന്നു. ജഡാവതാരം എടുത്ത ക്രിസ്തു, 30 വയസ്സ് വരെ മാതാപിതാക്കൾ കീഴ്പ്പെട്ട് ജീവിച്ച ക്രിസ്തു പച്ച മനുഷ്യനായി നമുക്ക് വേണ്ടി ജഡാവതാരം എടുത്തു. ഈ ക്രിസ്തു 33 വയസ്സിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. മത്തായി, മർക്കോസ്, ലൂക്കോസൊക്കെ അത് പറയുന്നു. ഗതസമനയുടെ രാത്രി, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. അങ്ങനെ ക്രിസ്തു അറസ്റ്റ് ചെയ്യപ്പെടുന്നു. പീലാത്തോസിൻ്റെ അന്ന് മതകോടതി വിസ്തരിച്ചു. അതിനുശേഷം പീലാത്തോസിൻ്റെ അടുക്ക കൊണ്ടുവന്നു. പീലാത്തോസ് ഹെരോദാസിൻ്റെ അടുക്ക കൊണ്ടുപോയി. ഹെരോദാസും വെറുതെ വിട്ടു. കോടതികൾ മാറി മാറി വിസ്തരിച്ചിട്ട് ഒരു തെറ്റും കണ്ടില്ല. എന്നിട്ടും തെറ്റുകാരെന്ന് വിധിച്ചിട്ട് ഒടുവിൽ പീലാത്തോസ് പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ അവനിൽ ഒരു തെറ്റും കാണുന്നില്ല. ഞാൻ അവനിൽ നിൽക്കുന്ന ഈ പ്രതിയിൽ ഒരു തെറ്റും കാണുന്നില്ല. അതുകൊണ്ട് അവനെ അടുപ്പിക്കാം. ഒരു തെറ്റും കാണാത്തത് കൊണ്ട് അവനെ എന്തു ചെയ്യാം?
അടുപ്പിക്കാം. സമ്മതിക്കുമോ? പറ, നിങ്ങൾ പറ. ഒരു തെറ്റും കാണാത്ത ഒരാളെ അടിക്കാൻ ഒക്കുമോ? ഒക്കുമോ? ഇല്ല. മൂത്തതും ഇളയതും കൂടെ വഴക്കുണ്ടാക്കി. കൂടുതലും വഴക്കുണ്ടാക്കിയത് ഇളയതാണ്. ഈ ഇളയത് വഴക്കുണ്ടാക്കി ചൊറിഞ്ഞോണ്ടി എന്ന അടി മേടിച്ചെടുത്ത് കരഞ്ഞോണ്ടി ചെല്ലും. എന്നിട്ട് അടി മേടിക്കുന്ന ആരാ? അടി പലപ്പോഴും മേടിക്കുന്ന ആരാ? മൂത്ത. ചിലപ്പോൾ നമ്മൾ ഈ വെറുതെ മൂത്തനെ അടിക്കുമ്പോൾ അവൻ പറയും, അല്ലെ അവൾ പറയും, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ തൊട്ടിട്ട് പോലുമില്ല, വെറുതെ എന്നെ അടിക്കരുത്. എടാ അവൻ ഇളയാന്ന് പറഞ്ഞാൽ ഞാൻ അടി പഠിക്കണോ? അവൻ ഇളയാന്ന് പറഞ്ഞാൽ എന്നെ അടിക്കുന്നത് എന്തിനാ? എടാ അവന് അങ്ങനെ സന്തോഷമാകാൻ അടിക്കണ്ട, അങ്ങനെ സന്തോഷിക്കണ്ട എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യാത്തവനെ എന്ത് ചെയ്യരുത്? ശിക്ഷിക്കുക. അത് സനാതന നിയമമാണ്. തെറ്റ് ചെയ്യുക, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും, തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കണം. പക്ഷേ 1000 കുറ്റവാളി രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി എന്ത് ചെയ്യാൻ പാടില്ല? ശിക്ഷിക്കും. പക്ഷേ ക്രിസ്തു അടിക്കപ്പെട്ടു, പിലാത്തോസിൻ്റെ അരമനയിൽ വെച്ച് അടിക്കപ്പെട്ടു. എന്താ കുറ്റം? മക്കളെല്ലാം കുറ്റം പറഞ്ഞേ. ഒരു കുറ്റവും ഇല്ല. ഒരു കുറ്റവും ഇല്ലാത്തവനെ അടിക്കാൻ ഒക്കുമോ? ഇല്ല. പക്ഷെ അതിക്രൂരമായി അടിക്കപ്പെട്ടു. റോമൻ ചാട്ടകൾ എന്നൊക്കെ പറയുന്നത് പല ലെയറുകളാണ്. ആ ലെയറിൻ്റെ ഓരോ അറ്റത്തും എല്ലും മുള്ളും പല്ലും കൊളുത്തും ഒക്കെ ഉണ്ട്, കട്ടികളൊക്കെ ഉണ്ട്. അടിക്കുമ്പോൾ അത് ആഞ്ഞു വീഴും. തിരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ അറ്റത്ത് മാംസം പറ്റിയിരിക്കും. ആ മാംസം അടുത്തുള്ള കൽത്തളത്തിൽ കഴുകിയെടുക്കും, വീണ്ടും അടിക്കും. അങ്ങനെ 1 അടി, തലയിൽ മുൾക്കിരീടം ചൂടി, രക്താംബരം ധരിപ്പിച്ച് യേശുവിനെ പുറത്തു കൊണ്ടുവന്ന് പിലാത്തോസ് പരിചയപ്പെടുത്തുന്നു. ബിഹോൾഡ് ദാറ്റ് മാൻ. ആ മനുഷ്യൻ ഇതാ. എന്തിനാ ആ മനുഷ്യൻ അടിയേറ്റത്? അത് വെറും മനുഷ്യനല്ല, മനുഷ്യനായ ദൈവകുമാരൻ. എന്തിനാ അടിയേറ്റത്? ഒരു തെറ്റും ചെയ്തില്ല. യെശയ്യാ 53 പറയുന്നു, നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവിടുന്ന് മുറിവേറ്റും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവൻ്റെ പേരായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കും. യേശു ക്രിസ്തു ശിക്ഷയേറ്റു. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. എന്തിനു ശിക്ഷയേറ്റു? നമ്മുടെ ശിക്ഷ കർത്താവ് ചുമന്നു. അതുകൊണ്ട് നമുക്കെന്താ ഗുണം? റോമർ 8:1, റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശു ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധി. എല്ലാവരും ഏറ്റു പറഞ്ഞേ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശു ഉള്ളവർക്ക് എന്തില്ല? ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞേ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശു ഉള്ളവർക്ക് എന്തില്ല? ഒരു ശിക്ഷാവിധിയില്ല. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശു ഉള്ളവർക്ക്, ഒരാളെ യേശു ക്രിസ്തുവിനെ രക്ഷകനായി കർത്താവായി സ്വീകരിക്കുമ്പോൾ, യേശു കർത്താവിന് നമ്മുടെ ഉള്ളം കൊടുക്കുമ്പോൾ ക്രിസ്തു നമ്മളിലാകും. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ഞാനതിന് പറയുന്നൊരു കഥയുണ്ട്, ഒത്തിരി വേദികളിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു അനുഭവം പറയാൻ അതിനെക്കാട്ടിലും നല്ലൊരു കഥ എൻ്റെ കയ്യിലില്ല. അതുകൊണ്ടാണ് ഞാൻ ആ കഥ ആവർത്തിച്ച് പറയുക. ക്രിസ്മസിൻ്റെ സമയത്ത് ഒരു പാശ്ചാത്യ ലോകത്തൊരു ക്രിസ്മസ് കരോൾ നടക്കുക. അപ്പോൾ പള്ളിയും പള്ളിക്കൂടം. അപ്പോൾ പള്ളിയുടെ ഈ കരോൾ സർവീസിന് പള്ളിക്കൂടത്തിലെ ഓരോ ക്ലാസ്സുകാർക്കും ഓരോ അസൈൻമെൻറ്റ് കൊടുത്തു. എല്ലാ ക്ലാസ്സുകാരും എന്തെങ്കിലുമൊക്കെ ചെയ്യണം, പ്രോഗ്രാം അവതരിപ്പിക്കണം. അങ്ങനെ 8-ാം ക്ലാസ്സുകാർക്ക് കൊടുത്ത പ്രോഗ്രാം എന്ന് പറയുന്നത് യേശു കർത്താവിൻ്റെ തിരുപ്പിറവി നാടകമാക്കാൻ വേണ്ടി തീരുമാനിച്ചു. നാടകത്തിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി, എല്ലാം ശരിയായി, കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോകുമ്പോൾ ഈ ക്ലാസ്സുകാരുടെയും ടീച്ചർമാരുടെയും ഒക്കെ മുമ്പിലൊരു പ്രശ്നം ഇതായിരുന്നു. ആ ക്ലാസ്സിൽ വാലസ് എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്. അവൻ ഇച്ചിരി സ്ലോയാണ്, പാവമാണ്, പഠിക്കാനൊക്കെ സംസാരിക്കാനൊക്കെ പാടാം. നമ്മൾ കണ്ടിട്ടില്ല, ഇച്ചിരി പുറകിലുള്ളൊരു കുട്ടിയാണ്, ഇച്ചിരി സ്ലോയാണ്. പക്ഷേ അവനെങ്ങനെ നാടകം പഠിച്ചു പറയും. അവനെ ഒഴിവാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, പാവം വാലസ് എന്ന പാവം കുഞ്ഞിനെ ഒഴിവാക്കിയ ഈശോ സഹിക്കുമോ? ഈശോയ്ക്ക് ഇഷ്ടപ്പെടുമോ? ആരെങ്കിലും ഒഴിവാക്കാൻ ഈശോ സമ്മതിക്കുമോ? ഇല്ല. അതുകൊണ്ട് അത് യേശുവിനെ ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് അവനെ കൂടെ ഉൾപ്പെടുത്താം. ഇനി എന്താ ഉൾപ്പെടുത്തും? ഒടുവിൽ എല്ലാവരും കൂടെ ആലോചിച്ച് തീരുമാനിച്ചു, സത്ര ഉടമയാക്കാം. സത്ര ഉടമ എന്ന് പറയുമ്പോൾ ചെറിയൊരു റോളേ ഉള്ളൂ. ജോസഫ് മറിയമായിട്ട് വന്നിട്ട് ഇവിടെ സ്ഥലമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഇല്ലെന്ന് പറയണം. സോറി, നോ പ്ലേസ്, അത്രയും പറഞ്ഞാൽ മതി, കഥ അടച്ചാൽ മതി. അത് വാലസ് കഷ്ടപ്പെട്ടാണ് പഠിച്ചത്. സോറി, നോ പ്ലേസ്. നാടകം തുടങ്ങി, നാടകം ആരംഭിച്ചു. ജോസഫ് മറിയത്തെ കൊണ്ട് വരികയാണ്. മറിയം പൂർണ്ണ ഗർഭിണി, ക്ഷീണിച്ച് അവശയായ മറിയം. ജോസഫ് മറിയത്തെ താങ്ങി പിടിച്ചുകൊണ്ട് വരുന്നു. സത്രത്തിൻ്റെ വാതിൽക്ക് വന്ന് മുട്ടി. പാവം വാലസ് കഥ പറഞ്ഞു. വാലസ് പാവമാണ്. പക്ഷേ മറിയത്തെ നിപ്പം കണ്ടപ്പം വാലസ് നാടകമാണെന്നങ്ങ് മറന്നുപോയി. സങ്കടപ്പെട്ട് നോക്കി മറിയത്തെ, പാവ ഒരു സ്ത്രീ. അവൻ പാവമാണ് വാലസ്.
അപ്പം ജോസഫ് ചോദിച്ചു, സ്ഥലമുണ്ടോ? എന്തോ പറയണം? എന്നിട്ട് എന്തോ ചെയ്യണം? മക്കളെ എന്തോ ചെയ്യണം? കഥ കേൾക്കുന്നുണ്ടോടാ? കഥ കടയ്ക്കണം. പക്ഷേ വാലസ് ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ അവിടെ ഇരുന്നവരെല്ലാം പറഞ്ഞ് കഥ കടയ്ക്ക് വാലസ്, നോ പ്ലേസ് എന്ന് പറഞ്ഞിട്ട് കഥ കടയ്ക്ക്. ഒടുവിൽ അവൻ കഷ്ടപ്പെട്ട് പറഞ്ഞു, സോറി, നോ പ്ലേസ്. ഇനി എന്തോ ചെയ്യണം? കഥ കടയ്ക്കണം. പക്ഷെ അവൻ കഥ കടച്ചില്ല. അവനിങ്ങനെ അവരെ നോക്കി നിൽക്കുക. അവനങ്ങ് കരയാൻ വരിക. ജോസഫ് മറിയത്തേയും താങ്ങി പിടിച്ചുകൊണ്ട് പോയി. അവനങ്ങ് കരയുക. പാവം മറിയമേ. കുറച്ച് അവരെ കൊണ്ട് നടന്നപ്പോൾ ഇവൻ കൈ കൊട്ടി വിളിച്ചിട്ട് അവർ തിരിഞ്ഞു നോക്കിയാൽ പറഞ്ഞു, ബാ എൻ്റെ കാട്ടിലങ്ങ് തന്നേക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഇനി എങ്ങനെ നാടകം നടക്കും? ഇനി ഇടയന്മാർ വരണ്ടേ, വിധവന്മാർ വരണ്ടേ, പൊന്നും മൂരും കുന്തിരിക്കും കാഴ്ച വെക്കണ്ടേ, മാലാഖമാർ വരണ്ടേ, എന്തെല്ലാം കാര്യങ്ങൾ നടക്കണം. ഒന്നും നടന്നില്ല. പക്ഷെ ആ പ്രാവശ്യത്തെ ഏറ്റവും നല്ല നാടകമായിട്ടാണ് തിരഞ്ഞെടുത്തത്. എന്താ കാര്യം എന്നറിയാമോ? വാലസ് പറഞ്ഞു, എൻ്റെ കട്ടിൽ തന്നേക്കാം. ഇതുപോലെ മനുഷ്യൻ പറയണം, എൻ്റെ ഇവിടെ ഇടമുണ്ട്, അതങ്ങ് തന്നേക്കാം. ഏതാ ഇവിടെ ഇടയും? ഇവിടെ ചങ്ക് കർത്താവിന് ഹൃദയം കൊടുത്താൽ അവൻ നമ്മുടെ ഹൃദയത്തിൽ വസിക്കും. ഇവിടെ ഇടം കൊടുക്കാൻ ഒക്കുന്നതിൻ്റെ പേരാ രക്ഷിക്കപ്പെടുക. നമുക്ക് വേണ്ടി അടിയേറ്റ കർത്താവിന് ഇവിടെ ഒരു ടൈം കൊടുക്കണം. ചങ്കത്തോട്ട് കൈവച്ചിട്ട് പറ, ഇവിടെ ഇടമുണ്ടെന്ന്. അങ്ങനെ ഒരു ദിവസത്തിൻ്റെ പേരാ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞു. ഈ ഒരു ദിവസം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ പാപബോധം വന്ന് എനിക്ക് വേണ്ടി തകർന്ന എൻ്റെ യേശുവിനെ എൻ്റെ ഉള്ളം കൊടുക്കുമ്പോൾ, കർത്താവായ യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് രക്ഷയ്ക്കായി വാഗൊണ്ട് ഏറ്റു പറയുമ്പോൾ, റോമർ 10:9 നാം രക്ഷിക്കപ്പെടും. കാണുമ്പോൾ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ അവന് അത്ര ഭാഗ്യത. ഇവിടെ യേശുവിന് ഇടം കൊടുക്കണം. എല്ലാവരും പറഞ്ഞേ, എവിടാ? ഇവിടെ. തങ്കോട് പിടിച്ച് പറ, ഇവിടെ ഇടം കൊടുക്കണം. ഇവിടെ. അതിൻ്റെ പേരാ ക്രിസ്ത്യാനി, അതിൻ്റെ പേര് വിശ്വാസി, അതിൻ്റെ പേര് ഒരു ദൈവവൈദ്യൻ. അങ്ങനെ കൊടുത്ത ഒരു ഗുണമുണ്ട്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി തീരാൻ അധികാരം കൊടുത്തു. അവർ ദൈവത്തിൻ്റെ മക്കളായി മാറും. കാരണം നമ്മൾക്ക് വേണ്ടി തകർക്കപ്പെട്ട കർത്താവിന് നമ്മുടെ ഹൃദയം കൊടുക്കുക. അങ്ങനെ ക്രിസ്തു നമുക്ക് വേണ്ടി ന്യായവിധിയേറ്റു. ആരുടെ പാപം? നമ്മുടെ പാപം നിമിത്തം അവിടെ തകർന്നു. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവൻ്റെ മേലായി. അങ്ങനെ ക്രിസ്തു നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടത് നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രിസ്തു ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുവരിക്കും. ആ യേശു ക്രിസ്തുവിന് വേണ്ടി നമ്മൾ ഹൃദയം കൊടുക്കും. നമുക്ക് വേണ്ടി ന്യായവിധിയേറ്റ ജഡത്താലുള്ള ബലഹീന നിമിത്തം റോമർ 8:3 ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സ്വരൂപത്തിലും പാപനിമിത്തവും അയച്ചു പാപത്തിനും ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അങ്ങനെ ശിക്ഷയേറ്റ കർത്താവിനെ നമ്മുടെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നതിന് പേരാണ് രക്ഷിക്കപ്പെടുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു നമുക്ക് വേണ്ടി ന്യായവിധിയേക്കുകയാണ്. ആരുടെ പാപം? നമ്മുടെ പാപം യേശു ഏറ്റു. ആ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന വ്യക്തിയാണ് ക്രിസ്തു വിശ്വാസിയായി, ക്രിസ്തുവിൻ്റെ പൈതലായി മാറുന്നത്. പൈതലായി മാറിയത് കൊണ്ട് തീർന്നില്ല. നമ്മൾക്കൊരു ദൈനംദിന പ്രൊസീജിയറുണ്ട്. നമ്മൾ ഈ ദുഷ്ടലോകത്തിലാണ് ജീവിക്കുന്നത്. അവരെന്ത് ചെയ്യണം? അവർ സ്വയം ന്യായം വിധിച്ചുകൊണ്ടിരിക്കണം. എങ്ങനെ? 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൽ നാം കാണുന്നു. അവിടുത്തെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവിടുന്ന് അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യുമെന്ന് പറഞ്ഞു. അതിനുശേഷം അവിടുന്ന് പാനപാത്രം എടുത്ത്, ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. അതുകൊണ്ട് തന്നെ എന്നെ തിന്നുകയും ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുന്നവനൊക്കെയും തന്നെത്താൻ എന്ത് ചെയ്യണം? ശോധന ചെയ്യണം. എല്ലാവരും ഒന്ന് പറഞ്ഞ്, എന്ത് വേണം? തന്നെത്താൻ ശോധന ചെയ്യണം. തന്നെത്താൻ ശോധന ചെയ്യാതെ ഈ അപ്പം തിന്നുകയോ പാനപാത്രം കുടിക്കുകയോ ചെയ്താൽ തനിക്ക് തന്നെ ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങൾ പലരും ബലഹീന രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. 31 നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. അപ്പം നമ്മൾ കർത്താവിനെ സ്വീകരിച്ചവർ അവരുടെ ജോലി അതുകൊണ്ട് തീരുകയല്ല. അവർ ദൈനംദിന ജീവിതത്തിൽ ഒരു സ്വയം ന്യായവിധിക്ക് വിധേയനാകണം. എന്നും ചോദിക്കണം, ദൈവമേ, അങ്ങയ്ക്ക് അഹിതമായ, അങ്ങയ്ക്ക് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും കാര്യം എൻ്റെ ജീവിതത്തിലുണ്ടോ എന്ന് ചോദിക്കണം. അതിന് നമ്മളെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് എന്ത് തരും? പാപത്തെക്കുറിച്ചും, പുറകെ പറഞ്ഞേ, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും എന്ത് വരുത്തും? ബോധം വരുത്തും. ഉറക്കെ പറഞ്ഞേ, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും എന്ത് വരുത്തും? ബോധം വരുത്തും. ആ ബോധം വരുത്തുന്നവർ സ്വയം ന്യായം വിധിക്കണം. എങ്ങനെ? അതിനാണ് വചനം കേൾക്കേണ്ടത്. ഇങ്ങനെ കൺവെൻഷനൊക്കെ വെക്കുന്ന എന്തിനാ? നമുക്ക് പാപബോധം ഉണ്ടാക്കാൻ, കുറ്റബോധമല്ല,
കുറ്റബോധം നമ്മളെ ആത്മഹത്യയെ കൊണ്ടെത്തിക്കും. എന്നാൽ പാപബോധവും കുറ്റബോധവും തമ്മിലുള്ള വ്യത്യാസം രണ്ട് വ്യക്തികളിലൂടെ കാണാം. യൂദായിക്കുണ്ടായത് കുറ്റബോധമാണ്, പോയി കെട്ടിയാന്ന് ചത്തു. യൂദ പോയതോ പുരോഹിതന്മാരുടെ അടുക്കലോട്ട്. എന്നാൽ പത്രോസ് പുറത്തിറങ്ങി അതിദുഃഖത്തോടെ എന്ത് ചെയ്തു? കരഞ്ഞു. ദൈവമെന്നു പരനെ തള്ളിക്കളഞ്ഞ പത്രോസ് അതികാവിലെ സമയേ പെരുതാ ദുഃഖം നിറഞ്ഞു പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞു. പെരുതാ ദുഃഖം നിറഞ്ഞു പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞു. പത്രോസിനുണ്ടായത് പാപബോധം. കർത്താവിനെ നോക്കി അവൻ കരഞ്ഞു. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം, ഉറക്കെ പറഞ്ഞ്, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ എന്ത് ചെയ്യും? ശുദ്ധീകരിക്കും. അല്ലേ? നമ്മുടെ പാപം എത്ര കടുഞ്ചുമപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കും. നമുക്ക് വേണ്ടി സംസാരിക്കുന്ന കുഞ്ഞാടിൻ്റെ, ഹാബലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന കുഞ്ഞാടിൻ്റെ പുണ്യാഗ രക്തം നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടുമല്ല, ക്രിസ്തു എന്ന നിർമ്മലവും നിർദോഷവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം. ആ രക്തം നമ്മളെ കഴുകുന്ന രക്തമാണ്. ആ രക്തത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന യേശുവേ, ഓരോ ദിവസവും സ്വയം ന്യായം വിധിക്കണം, സ്വയശോധന ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അത് ഏത് ഭക്തനും ചെയ്യണം, ഏത് പാസ്റ്ററും ചെയ്യണം, ഏത് വിശ്വാസം ചെയ്യണം. കാരണം നമ്മൾ ഈ ജഡത്തിലാണ് ജീവിക്കുന്നത്. ജഡത്തിൽ ജീവിക്കുന്നവർ സ്വയം ശോധന ചെയ്യണം. സ്വയം ശോധന ചെയ്യുമ്പോൾ നമ്മുടെ തെറ്റുകളെ ദൈവം നമുക്ക് ബോധ്യം. നിങ്ങൾ പാപം ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ, നിങ്ങൾ പാപമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെത്താൻ വഞ്ചിക്കുകയാണ്. ലംഘനം ക്ഷമിച്ചു പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ആത്മാവിൽ കപടമില്ലാതിരിക്കുന്ന മനുഷ്യൻ. പ്രിയമുള്ളവരെ, യഹോവയുടെ പർവ്വതത്തിൽ ആർക്കായ. അപ്പം നമ്മൾ സ്വയം ന്യായം വിധിക്കണം. എല്ലാവരും പറഞ്ഞ് സ്വയം എന്ത് ചെയ്യണം? ന്യായം. ഒന്ന്, നമുക്ക് വേണ്ടി ക്രിസ്തു ന്യായവിധിയേറ്റു. ആ ക്രിസ്തുവിനെ സ്വയം സ്വീകരിക്കുമ്പോഴാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ പൈതലായി മാറുക. എങ്ങനെ? വാലസ് ഹൃദയം കൊടുത്തതുപോലെ എൻ്റെ ഹൃദയം നിനക്കൊണ്ടെന്ന് പറയുക. അങ്ങനെ പറയുമ്പോൾ ക്രിസ്തു നമ്മളിലായി കഴിയുമ്പോൾ, അതുകൊണ്ടാണ് മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, ഗാത്രത്തിലിരിക്കുന്ന ദേവനെ അറിയാതെ. മലയാളത്തിലെ ഒരു ചൊല്ലാണ്, ക്ഷേത്രത്തിന് വലം വെക്കുന്ന വൃഥ. ഗാത്രത്തിലാണ് ദേവൻ, ഗാത്രം ശരീരമാണ്. ശരീരത്തിലിരിക്കുന്ന ദേവൻ, ആ ദേവൻ എവിടെ? നിങ്ങളുടെ ശരീരം എൻ്റെ മന്ദിരമാണ്. ഞാൻ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുകയാണ്. ഞാൻ അവനിലും അവർ എന്നിലും എന്തു ചെയ്യും? വസിക്കും. അപ്പം ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി വ്യക്തിപരമായി സ്വീകരിച്ച് ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട് അങ്ങനെ ക്രിസ്തുവിൻ്റെ പൈതലായി തീർന്നവർ അവര് സ്വയം ന്യായം വിധിക്കണം. എവിടെ? ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പാകെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ദിനം തോറും ന്യായം വിധിക്കണം. സ്വയം ന്യായം അതിന് നമ്മളെ സഹായിക്കുന്നതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കേൾവി. അതുകൊണ്ടാണ് വചനം വായിക്കണം. വചനം വായിക്കുമ്പോൾ അത് നമുക്ക് പാപബോധം വരുത്തും, നമ്മുടെ കുറവുകളെ നമ്മളെ കാണിച്ചു തരും. അവിടെ നമുക്ക് വിശുദ്ധീകരണത്തിൻ്റെ പാതയിലേക്ക് നമ്മെ നയിക്കും. ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താൽ ദിനംതോറും വേദപുസ്തകം വായിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ അത് നമ്മളെ പാപബോധം വരുത്തും. നമ്മൾ ദൈവസന്ധി വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ രൂപാന്തരപ്പെടുന്നവരാണ് ഒരു ദിവസം കാഹളം ധ്വനിക്കുമ്പോൾ രൂപാന്തരപ്പെടുന്നത്. അങ്ങനെ കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് കർത്താവിൻ്റെ മരണത്തോട് അനുരൂപപ്പെടണം. അതാണ് റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നു, കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ ഒരു നാളും അരുത്. അല്ല, പാപസംബന്ധമായി മരിച്ചവരായി നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം അവൻ്റെ മരണത്തിൽ പങ്കുകാരായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ എന്ത് ചെയ്തു? കുഴിച്ചിടപ്പെട്ടു. അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് ഏകീഭവിച്ചെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോട് എന്ത് ചെയ്യും? ഏകീഭവിക്കും. എന്നെ കേൾക്കുന്ന പൊന്നു പ്രിയമുള്ളവരെ, യേശുക്രിസ്തു മരിച്ചു. സാധാരണ ബുദ്ധിപരമായ ഒരു ചോദ്യമാണ്, ഐഡിയോളജിക്കലി അത് സത്യമാണ്. പലരും ചോദിക്കാറുണ്ട്, ദൈവം മരിക്കുമോ? ദൈവം എന്ന് പറയുന്ന ആൾ മരിക്കുമോ? ദൈവം മരിക്കുമോ? ഇല്ല. ദൈവത്തിന് മരണമുണ്ടോ? ഇല്ല. പട്ടത്തെ സഭകളിൽ ചൊല്ലുന്ന ഒരു ചൊല്ലുണ്ട്, ദൈവമേ നീ, അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധ. ദൈവം ആരില്ലാത്തവനാ? മരണമില്ലാത്ത ദൈവം മരിച്ചോ? ദൈവം മരിക്കുമോ? പിന്നെങ്ങനെ ദൈവം മരിച്ചേ?
യേശു എന്തിനാ മരിച്ചപ്പോൾ? ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ക്രിസ്തുവിൻ്റെ ക്രൂശിൽ കിടന്നുകൊണ്ടുള്ള 7 മൊഴികളുണ്ട്. ഒന്നാമത്തെ മൊഴി, ഇവർ ഇപ്പം ചെയ്തത് എന്തെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണം. രണ്ടാമത്തെ മൊഴി, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. മൂന്നാമത്തെ മൊഴി, ഇതാ നിൻ്റെ അമ്മ, ഇതാ നിൻ്റെ മകൻ. നാലാമത്തെ മൊഴി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ അങ്ങെന്നെ കൈവിട്ട്. സംഗീതം ആവർത്തിക്കുക, അല്ലോഹി അല്ലോഹി ലമ്മാ ശബക്താനി, എൻ്റെ ദൈവമേ അങ്ങെന്നെ കൈവിട്ട്. പിതാവ് പുത്രൻ കുമാരൻ പിതാവിനോട് ചോദിക്കുക, എന്നെ കൈവിട്ട് എന്ത്? ഒറ്റ നിശബ്ദത. പിതാവ് ആദ്യമായിട്ട് പുത്രൻ്റെ ചോദ്യത്തിന് മുമ്പിൽ നിശബ്ദത പാലിച്ചു. നിശബ്ദത പാലിച്ചപ്പോൾ പുത്രൻ കുമാരനും പിതാവും പാപം എന്ന് പറയുന്നത് എന്താ? പരിച്ഛേദനം, ബന്ധം പോവുകയാണ്. മരണം ദൈവവുമായിട്ടുള്ള ബന്ധം പോവുകയാണ്. ഒരു നിമിഷം പിതാവ് തലതിരിച്ചപ്പോൾ, തല മറച്ചപ്പോൾ, ചോദ്യത്തിന് ഉത്തരം പറയാതിരുന്നപ്പോൾ സ്വന്തം തോളി പുത്രൻ കുമാരൻ തല ജയിച്ച് നിവർത്തിയായി എന്ന് പറഞ്ഞ് പ്രാണനെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചു. യേശു എന്തിനാ മരിച്ചത്? ഗതസമന മുതൽ യേശു നിലവിളിക്കുക, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന്. അവൻ്റെ ഹൃദയം മരണവേദന കൊണ്ട് അതികഠിനമായി. നീണ്ടുന്ന മണിക്കൂറുകളിലെ മരണവേദന. ക്രിസ്തു ഒരിക്കലും സൈനൈഡ് കഴിച്ച് മരിച്ചതല്ല കേട്ടോ. ഇപ്പോഴത്തെ തീവ്രവാദികളൊക്കെ, പണ്ട് പുലികളൊക്കെ ചെയ്യുന്ന പോലെ പിടിക്കുമ്പോൾ സൈനൈഡ് കഴിക്കുന്ന മരിക്കുന്നതല്ല, വെടിവെച്ച് കൊന്നതല്ല, തലവെട്ടി ഒറ്റയടിക്ക് കൊന്നതല്ല. നീണ്ട മണിക്കൂറുകളുടെ വേദന. എന്തിനാ? മരണം ആസ്വദിച്ചു. എന്തിനാ മരണം ആസ്വദിച്ചത്? ഒറ്റ കാര്യമാണ്, മരണപര്യന്തം മരണത്തോട് ഭയങ്കര പേടിയായിരുന്ന നമ്മെ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ അവിടുന്ന് മരണം ആസ്വദിച്ചു. മരണാധികാരി ആയിരുന്ന കോരന പിശാചിനെ മരണാധികാരി പിശാചിനെ മരണത്തിനാലെ നീക്കി മൃത്യു ഭീതി തീർത്തനാഥനെ മരണത്തിനാലെ നീക്കി മൃത്യു ഭീതി തീർത്ത സ്തുതി ചെയ് മനമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ സ്തുതി ചെയ് മനമേ നീ. പ്രിയമുള്ളവരെ, യേശു മരിച്ചു. കുഞ്ഞുങ്ങളൊക്കെ മനസ്സിലാക്കണം, യേശു മരിച്ചു. എന്തിനാ യേശു മരിച്ചത്? മനുഷ്യൻ്റെ മേൽ പാപം മൂലമുണ്ടായ മരണത്തെ ജയിക്കുവാൻ, മരണത്തിന് നീക്കം വരുത്തുവാൻ ദൈവകുമാരൻ മരണം ആസ്വദിച്ചു. മനസ്സിലാകുന്നുണ്ടോ? മരണം ആസ്വദിച്ചു. യേശു മരിച്ചു, ദൈവം മരിച്ചു. മരിച്ച യേശുവിനെ അടക്കി 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. എന്തിനാ ഉയർത്തെഴുന്നേറ്റത്? മരണത്തിനപ്പുറമുള്ള ജീവിതം എന്താണെന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു. കാരണം ആരും മരണത്തിനപ്പുറം ഒന്നും പോയിട്ട് വന്നില്ല. ബാക്കിയെല്ലാം പലതും തട്ടിപ്പാ. മരിച്ചു എന്ന് പറഞ്ഞു, അവിടെ പോയെന്നൊക്കെ പറയുന്നത് ചിലതൊക്കെ പലതും തട്ടിപ്പാണ്. ഇനി ചിലർ യേശു മരിച്ചവരും ഉയർപ്പിച്ചവരും പിന്നെ മരിച്ചില്ലേ? നിങ്ങൾ അറിഞ്ഞായിരുന്നോ? ലാസർ പിന്നെ എന്ത് ചെയ്തു? ലാസർ മരിച്ച കാര്യം അറിഞ്ഞായിരുന്നോ? ഇല്ല. അറിഞ്ഞു, ലാസർ മരിച്ചായിരുന്നു. ലാസർ മരിച്ചുപോയി. നിങ്ങൾ അറിഞ്ഞില്ല? ഉയർപ്പിച്ചത് അറിഞ്ഞുള്ളൂ. ലാസർ മരിച്ചു. നായും പട്ടണത്തെ വിധവയുടെ മകനെ പിന്നെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും? കഷ്ടം. എന്ത് ചെയ്യുന്നു പോലും അറിയത്തില്ല. പുള്ളിയും മരിച്ചു. ഉയർപ്പിച്ചവരൊക്കെ എന്ത് ചെയ്തു? മരിച്ചു. മരണമില്ലാത്തവനായി ഉയർത്തെഴുന്നേറ്റ്. ഇനി മരണത്തിന് പിടിച്ചടക്കുവാൻ കഴിയാത്ത പോലെ ഉയർത്തെഴുന്നേറ്റ്. എന്തിനാണ് ക്രിസ്തു അങ്ങനെ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത്? നമുക്ക് മരണത്തിന്മേലൊരു ജയം തരുവാൻ. അതുകൊണ്ടാണ്, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ പാതാളമേ നിന്റെ വിഷമുള്ളവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന പിതാവാം ദൈവത്തിന് സ്തോത്രമെന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ. ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ പാതാളമേ നിന്റെ വിഷമുള്ളവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവം. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ഒരു കാര്യം, ക്രിസ്തുവിലൂടെ നമുക്കൊരു മരണത്തിനപ്പുറം ജീവിതത്തിലേക്ക് പോകാം. അപ്പോൾ മരണത്തിനപ്പുറം എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ പറഞ്ഞോ ഒരു നാളും മരിക്കുകയില്ല. യോഹന്നാൻ 11. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും എന്ത് ചെയ്യുകയില്ല? മരിക്കുകയില്ല. അങ്ങനെ വരണമെങ്കിൽ നാം ഈ മരണത്തോട് അനുരൂപപ്പെടണം. മക്കളെ, മരണം രക്ഷിക്കപ്പെട്ടു. എങ്ങനെ? ഹൃദയം കൊടുത്തു. ഹൃദയം, ആ ഒരു ബോധ്യം ഉണ്ടാകണം. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഓർമ്മ വേണം. നമുക്കറിയാം, കല്യാണം കഴിച്ച ദിവസം അറിയാം. കല്യാണം കഴിച്ചവർക്ക് അതറിയാത്തവരോട് ചോദിക്കും, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്തുവാ?
എടോ മനുഷ്യ, ഇത് നമ്മുടെ വിവാഹ ആനിവേഴ്സറിയാ. എൻ്റെ പൊന്നെ, ഇത് ആരെ ഓർക്കുന്നു? പോരെ, തീർന്നില്ല അന്നത്തെ ദിവസം, ഓർത്തുപോലില്ല. എൻ്റെ ബർത്ത്ഡേ അത് ഓർക്കണ്ടേ? ഇപ്പം ആരാ ഇതൊക്കെ ഓർക്കുന്നേ? പക്ഷെ ഓർക്കണ്ടായോ? ഇതെല്ലാം നമുക്ക് ദിവസങ്ങൾ പ്രാധാന്യമുള്ളതാണ്. അതുപോലൊരു ദിവസം വേണം നമ്മുടെ ജീവിതത്തിൽ. ഈ യേശുവിന് ഹൃദയം കൊടുത്തൊരു ദിവസം. പാപബോധം കൊണ്ട്, യേശുവേ ഞാൻ പാപിയാണ്, എന്നാൽ എനിക്ക് വേണ്ടി അങ്ങ് മരിച്ചു എന്ന് പറഞ്ഞ് അങ്ങേക്ക് ഹൃദയം കൊടുക്കാൻ കഴിയുന്നതിൻ്റെ പേരാണ് രക്ഷിക്കപ്പെടുക. ആ രക്ഷിക്കപ്പെട്ടവർ എന്ത് ചെയ്യണം? യേശുവിൻ്റെ മരണത്തോട് അനുരൂപപ്പെടണം. ഹൗ വി ഹാവ് ടു ഐഡൻറ്റിഫൈ വിത്ത് ജീസസ് ഇൻ ഹിസ് ഡെത്ത്. യേശുവിൻ്റെ മരണത്തോട് ഐഡൻറ്റിഫൈ ചെയ്യണം. എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുക? അതിനാണ് കർത്താവ് പറഞ്ഞിരിക്കുക, നിങ്ങൾ സ്നാനത്തിൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെടുക. അവൻ്റെ മരണത്തോട് ഏകീഭവിച്ച സ്നാനത്താൽ. സ്നാനം എന്തിനാ? സ്നാനപ്പെടാൻ വേണ്ടി വരുന്ന ആരാ? രക്ഷിക്കപ്പെട്ടു സ്നാനജലത്തിൻ്റെ അരികെ നിൽക്കുന്ന വരുമ്പോൾ അവർ സ്നാനത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവരോട് ചോദിക്കും, യേശുവിനെ വിശ്വസിക്കുന്നു, യേശുവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ വചനപ്രകാരം, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തെ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളും. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാക്കപ്പെടും. യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച സ്നാനപ്പെടുന്നവർ എന്തിനാ സ്നാനപ്പെടുക? അവർ ലോകത്തോട് വിളിച്ചു പറയണം, എൻ്റെ യേശു എനിക്ക് വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടി മരിച്ച യേശുവിൻ്റെ മരണത്തോട് ഞാൻ അനുരൂപപ്പെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ എന്തിനാണ് ഇന്ത്യയിൽ ഇത്രയും പ്രശ്നം? എല്ലായിടത്തും ഒറ്റ പ്രശ്നമുള്ളൂ, മതപരിവർത്തനം. യുപിയിലൊക്കെ ചെന്ന എന്തോ ഒരു പ്രശ്നം. എപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്ന? തെളിവ് കിട്ടണം. സ്നാനപ്പെട്ടെന്ന് തെളിവ് വെച്ചാൽ അന്നേരം ഉപദേശി അറസ്റ്റാകുന്നു, അവരെ അറസ്റ്റാകുന്നു. എന്തിനാ ഈ സ്നാനത്തോട് ഇത്ര പ്രശ്നം? പണ്ട് തൊട്ട പ്രശ്നം സ്നാനത്തോടാണ്. നിങ്ങൾ എവിടെയെങ്കിലും യോഗത്തിനൊക്കെ പോകുമോ? അതിനാർക്കും പ്രശ്നമില്ല. സ്നാനപ്പെട്ട പ്രശ്നം. എന്താ ഈ സ്നാനത്തോട് ഈ പ്രശ്നം? ഞാൻ ഞങ്ങളുടെ റാന്നിയിലൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പറഞ്ഞു. ഞങ്ങളുടെ അവിടെ കണ്ട പണ്ടൊരു അമ്മച്ചി സ്നാനപ്പെട്ടു. ബൈ ദ വേ, യാക്കോബായ സഭയുടെ, അണ്ണനായ സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്നാനപ്പെട്ടതിൻ്റെ പേരിൽ വിസ്തരിക്കപ്പെടുന്നത് എൻ്റെ വല്യമ്മച്ചിയാണ്. എൻ്റെ ആ വല്യപ്പൻ്റെ പെങ്ങളെയാണ് ചരിത്രത്തിൽ ആദ്യമായി മേടയെ കൊണ്ട് വിസ്തരിക്കുന്നത്. ഒരു കൊച്ചു പെൺകുട്ടിയെ വിസ്തരിച്ചപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ആത്മാവിൽ ഉത്തരം പറഞ്ഞപ്പോൾ അച്ഛന്മാർ ആങ്ങളയോട് വിളിച്ചു പറഞ്ഞ്, ഈ കേസ് പിടിക്കരുത്, അവളെ വിട്ടേര്, അവളെ ഏതാണ്ടൊക്കെ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞു. എന്തൊക്കെ ചോദിച്ചും പറഞ്ഞു, കാറ്റ് എവിടുന്ന് വരുന്നു, കാറ്റ് എവിടെയൊക്കെ പോകുന്നില്ല, ആ വാക്യം അച്ഛനറിയത്തില്ല. അവർ പേടിച്ചു പോയി. 5-6 വാക്യം. അമ്മച്ചിക്ക് ഇതൊന്നും അറിയത്തില്ല. അമ്മച്ചി ഉണ്ണിച്ചാരമ്മച്ചി എന്നായിരുന്നു ഞങ്ങൾ വിളിക്കുക. അമ്മച്ചിനോ കൊച്ചുമക്കളൊക്കെ ഇന്ന് വലിയ സുവിശേഷകരാണ്. അപ്പം പ്രിയമുള്ളവർ, അത് കഴിഞ്ഞ് സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി എൻ്റെ അറിവിൽ സ്നാനപ്പെട്ടതിൻ്റെ പേരിൽ നടപടിക്രമം പാലിച്ച് മുടക്കിയത് ഞങ്ങളുടെ കുടുംബത്തെയാണ്. പക്ഷെ അതുകൊണ്ട് നഷ്ടമൊന്നും ഉണ്ടായില്ല കേട്ടോ, നഷ്ടമൊന്നും ഉണ്ടായില്ല. സ്നാനപ്പെടാൻ വേണ്ടി ഒരു ഉപദേശി വെള്ളത്തിൽ ഇരിക്കുകയാണ്. വെള്ളത്തിൽ നിന്നുകൊണ്ട് ഉപദേശി വിളിച്ചു ചോദിച്ചു, ഇതോ വെള്ളം, ഇനി സ്നാനം വിൽക്കുന്നതിന് എന്ത് വരും? ആർക്കെങ്കിലും സ്നാനപ്പെടണോ? എൻ്റെ അമ്മ എവിടെ നിൽക്കായിരുന്നു, എടുത്തൊരു ചാട്ടം വെള്ളത്തിലോട്ട് വെച്ചു കൊടുത്തു. കയ്യിൽ തിരിച്ചു കയറിയപ്പം ഡ്രസ്സില്ലായിരുന്നു. പക്ഷെ നഷ്ടമൊന്നും ഉണ്ടായില്ല. എന്ത് പേരെ സ്നാനം കണ്ടു, എത്ര പേരെ സ്നാനത്തിൽ നയിച്ചു. ഓർക്കണം, എന്തിനാ സ്നാനപ്പെടുത്തി? മരണത്തോട് ചേരാൻ വേണ്ടി. അതെല്ലാവർക്കും അന്ന്. അപ്പം ഞാൻ പ്രസംഗിച്ച് ഞങ്ങളുടെ അവിടെ നാട്ടിലൊരു അമ്മച്ചി പണ്ടങ്ങാണ്ട് സ്നാനപ്പെട്ട് വന്നപ്പോൾ മദ്യപാനിയായ അച്ചായൻ കുത്തിന് പിടിച്ച് എടുത്തിട്ട് ഇടിച്ചപ്പോൾ അച്ചായൻ്റെ കാല് തൊട്ട് അമ്മച്ചി സത്യം ചെയ്തു, അച്ചായനാണ് സത്യം, ദൈവത്തിനാണ് സത്യം, എൻ്റെ അച്ചായനാണ് സത്യം, ഇനി ഞാൻ സ്നാനപ്പെടുത്തില്ലെന്ന് പറഞ്ഞു. സത്യമാണെന്നോടി പറഞ്ഞു, സത്യം പോയിക്കോളാൻ പറഞ്ഞു. ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ നിന്ന് ഒരു ഉപദേശി ആടി വെച്ചു, ഞങ്ങളുടെ വെല്ലുവിളിച്ചാണ്, അവരുടെ വീട്ടിൽ നടന്ന സംഭവമാണ്, ഞങ്ങളുടെ നാട്ടിലായിരുന്നു, അവർക്കറിയാവുന്ന ആളാണ്, കണ്ടു. അപ്പോൾ ഇതെല്ലാം നടന്ന കാര്യം. എന്തിനാ ഈ സ്നാനത്തോട് ഇത്ര പ്രശ്നം? സ്നാനപ്പെടുമ്പോൾ ഒരു കാര്യം സംഭവിക്കും. അന്ന് വരെ ഉണ്ടായിരുന്ന ആദാമിൻ്റെ ആ പിടിയുണ്ടല്ലോ, അതങ്ങ് പൊട്ടും. പിന്നെ ആദാമിനോടാണ് ഈ മരണം വന്നത്. പിന്നെ മരണത്തിന് നിന്നെ പിടിച്ചു വെക്കാൻ ഒക്കത്തില്ല. കാഹളം ധ്വനിക്കുമ്പോൾ മരണത്തിന് നിന്നെ പിടിച്ചു വെക്കാൻ ഒക്കത്തില്ല. 1 Thessalonians 4:13 നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കുക. അറിയാവുന്നവരെല്ലാം വാക്യം ചേർന്ന് പറഞ്ഞേ, കർത്താവ് താൻ ഗംഭീരനാഥത്തോടും ഈ കൺവെൻഷൻ്റെ അവസാന ദിവസം കരമുയർത്തി പറഞ്ഞേ, കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൈവദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർക്കുകയും ജീവനോട് ശേഷിക്കുന്ന അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. അന്ന് നിന്നെ മരണത്തിന് പിടിച്ചുപെടുകാൻ ഒക്കത്തില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പോഴാണ് കുളങ്ങളൊക്കെ ആയത്, സ്നാനക്കുളങ്ങൾ പള്ളിയോട് ചേർന്നായത്. മറ്റേ അങ്ങനെയല്ല.
സ്ഥാനപ്പെടാൻ തീരുമാനിച്ച് ക്ലാസ്സൊക്കെ എടുത്തിട്ട് വെള്ളവസ്ത്രം ധരിച്ച് എല്ലാവരും കൂടെ റാലിയായിട്ടൊരു പോക്കുണ്ട്. പോകുമ്പോൾ ഉറക്കപ്പാടും പാനം ചെയ്യുവാൻ കഷ്ടതയിൽ പാനപാത്രം അവൻ കൂടെ സ്നാനമേൽപ്പാൻ കൃപ നൽകി പ്രീതിയായവേ. പാനം ചെയ്യുവാൻ കഷ്ടതയിൽ പാനപാത്രം അവൻ കൂടെ സ്നാനമേൽപ്പാൻ കൃപ നൽകി പ്രീതിയായവേ. മരിച്ചു താൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ കൂടെ, മരിച്ചു താൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ കൂടെ, മഹത്വമായി ജീവിച്ചിടാം മഹിമയിനാവിയാലെ പാടും ഞാൻ പരമേശനു സാധത. എൻ്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശനു സഹതം. പ്രിയമുള്ളവരെ, അങ്ങനെ കർത്താവിനെ ജലത്തിൽ സാക്ഷിച്ചവർ, അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടവർ, വചനത്താൽ ദിവസം തോറും സ്വയം ന്യായം വിധിക്കുന്നത്. വൈദവേ, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യപ്പെട്ട ഒരു കാര്യമാണ് സ്നാനമെടുക്കുക എന്നുള്ളത്. കാരണം യേശുവിനോട്, എൻ്റെ യേശു എനിക്ക് വേണ്ടി മരിച്ചുവെന്നും ആ മരണം എൻ്റെ മരണമാണെന്നും പരസ്യമായി ലോകത്തോട് പറയാനുള്ള, പിശാചിനോട് നോയും ആദാമിനോട് നോയും യേശുവിനോട് യേസെന്നും പറയാനുള്ള വലിയൊരു അവസരമാണ് സ്നാനം. സ്നാനപ്പെടാനുള്ള പ്രായം. നമുക്ക് ശിശുസ്നാനം വിശ്വസിക്കുന്നില്ല, വൈദവേ മുതിർന്ന സ്നാനവും വിശ്വസിക്കരുത്. രണ്ടും വചനവിരുദ്ധമാണ്. ഒന്നുകൂടെ പറയട്ടെ, മുതിർന്ന സ്നാനവും വചനവിരുദ്ധമാണ്, ശിശു സ്നാനവും വചനവിരുദ്ധമാണ്. ഒറ്റ സ്നാനമേ ഉള്ളൂ, വിശ്വാസ സ്നാനം. വിശ്വസിക്കാനുള്ള, സ്നാനപ്പെടാനുള്ള പ്രായം ഏത് പ്രായമാണ്? വിശ്വസിക്കാനുള്ള പ്രായം. എന്ത് വിശ്വസിക്കാൻ? എൻ്റെ യേശു എനിക്ക് വേണ്ടി മരിച്ചെന്ന്. എൻ്റെ യേശു എനിക്ക് വേണ്ടി മരിച്ചു. 2000 വർഷം മുമ്പ് കാൽവരി കുരിശ് എൻ്റെ യേശു എനിക്ക് വേണ്ടിയാ മരിച്ചു എന്ന് ലോകത്തോട് പറയാൻ, അത് വിശ്വസിക്കുന്നവർക്ക് അത് ഏറ്റെടുക്കുവാൻ, അവിടുത്തെ മരണത്തോട്, അത് രഹസ്യമായിട്ടൊന്നും അല്ല ചെയ്യേണ്ടത്, ധൈര്യമായിട്ട് പറയണം, യേശു എനിക്ക് വേണ്ടി മരിച്ചത്. ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ സകലരും നോക്കി നിൽക്കെ എഴുതി വെച്ചിട്ട് എന്താണ്? ഇവൻ യഹൂദന്മാരുടെ രാജാവ്. സ്വയം പീലാത്തോസിൻ്റെ അരമന മുതൽ ഗാഗുൽത്ത വരെ കുരിശുമെടുത്തുകൊണ്ട് കർത്താവ് നടന്നത് രഹസ്യമായിട്ടല്ല, എൻ്റെ പാപത്തെ ചുമന്നുകൊണ്ട്, മുഴു ലോകത്തിൻ്റെ പാപത്തെ ചുമന്നുകൊണ്ട്, വരുമാനമുള്ള ലോകത്തിൻ്റെ പാപത്തെ ചുമന്നുകൊണ്ട് എൻ്റെ യേശു നടന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാനം ചെയ്യുവാൻ കഷ്ടതയിൽ പാനപാത്രം അവൻ കൂടെ സ്നാനമേൽപ്പാൻ കൃപ നൽകി പ്രീതിയായവേ. പാനം ചെയ്യുവാൻ കഷ്ടതയിൽ പാനപാത്രം അവൻ കൂടെ സ്നാനമേൽപ്പാൻ കൃപ നൽകി പ്രീതിയായവേ. മരിച്ചു താൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ കൂടെ, മരിച്ചു താൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ മഹത്വമായി ജീവിച്ചിടാം മഹിമയിൽ ആവിയാലെ പാടും ഞാൻ പരമേശനു സഹത. എൻ്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശനു. ഈ കൺവെൻഷന്റെ സമാപന രാത്രിയിൽ എളിവനും ബലഹീനമായി ദാസൻ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ഈ ദേശത്തോട് വിളിച്ചു പറയുകയാണ്, സ്നാനം യേശുവിൻ്റെ മരണത്തോട് ചേരുവാൻ. ഹല്ലേലൂയ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തെ വിശ്വസിക്കുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളാകും. അതുകൊണ്ട് രക്ഷിക്കപ്പെടണം. 2, രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെടണം. സ്നാനപ്പെടാനുള്ള പ്രായം, വിശ്വസിക്കാനുള്ള പ്രായം. നാളത്തേക്കിന് ഒന്നും മാറ്റി വെക്കരുത്. ഇതാകുന്നു രക്ഷാ ദിവസം, ഇതാകുന്നു സുപ്രസാദ കാലം. ഹല്ലേലൂയ. മരീബിയിലെയും മസാനാളിനെ പോലെ നിങ്ങളുടെ ഹൃദയത്തെ എന്താക്കരുത്? കഠിനമാക്കരുത്. ഇന്ന് വരെയും സ്നാനപ്പെട്ടിട്ടില്ല, പക്ഷേ സ്നാനപ്പെടാൻ എനിക്ക് ഒരു ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ളവർ ഈ കൺവെൻഷൻ തീരുമാനിക്കണം. നിങ്ങൾ നാളെ സ്നാനപ്പെടണം, ഇന്ന് സ്നാനപ്പെടണം എന്നല്ല ഞാൻ പറയുക. പക്ഷെ നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ടോ? ഉറപ്പ് ദൈവം അതിനുള്ള അവസരം ഒരുക്കും. കാരണം വചനം പറയുന്നു, ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം എന്തു ചെയ്യും? തൃപ്തിപ്പെടുത്തും. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ നിനക്ക് നേടിത്തരും, നിവർത്തീകരിച്ച് നൽകും. സംഘത്തിൽ 20 പറയുന്നു, ഹൃദയത്തിലെ ആഗ്രഹം. യേശുവിനോട് ചേരാൻ ആഗ്രഹമുണ്ടോ? സ്നാനപ്പെട്ടിട്ടുണ്ടോ? സ്നാനപ്പെടാത്തവർ ഇന്ന് രാത്രി ദൈവസന്ധിയിൽ തീരുമാനിക്കും. ഒരു നിമിഷം എല്ലാവരും കണ്ണുകളടച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച്. ഇന്ന് സ്നാനപ്പെട്ടവർ ദൈവത്തോട് പറയണം, കർത്താവേ, അതിനൊരു ഭാഗ്യം ലഭിച്ചല്ലോ. അതിന് ഭാഗ്യം ചെറിയ കാര്യമല്ല, ചെറിയൊരു കാര്യമല്ല. അങ്ങനെ ചെയ്യാൻ ഒത്തത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ആ ദിവസം നിങ്ങൾ മറക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. AD എന്നും BC എന്നും കാലഘട്ടത്തെ തിരിക്കുന്ന പോലെ നമ്മുടെ ജീവിത ചക്രത്തെ 2ആയി തിരിക്കുന്ന ഏറ്റവും വലിയൊരു സംഭവമാണ് സ്നാനപ്പെടുക. ഇന്നുവരെ സ്നാനപ്പെട്ടിട്ടില്ല, അങ്ങനത്തെ ആഗ്രഹമുള്ളവർ ഇന്ന് രാത്രി ദൈവത്തോട് പറയണം.
ദൈവത്തോട് പറയണം. പറയണം 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 കർത്താവ്, എനിക്ക് സ്നാനപ്പെടാനുള്ള പ്രായം, രക്ഷിക്കപ്പെടാനുള്ള പ്രായം, വിശ്വസിക്കാനുള്ള പ്രായം. എന്ത് വിശ്വസിക്കാൻ? യാഥാർത്ഥ്യം. യേശു മരിച്ചു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. നിങ്ങൾ സ്നാനപ്പെടാത്തവർ സുരേഷ് പാസ്റ്ററെ വന്ന് കാണണം. എന്നിട്ട് നിങ്ങളുടെ സ്നാനത്തെ കൊണ്ടുള്ള ആഗ്രഹം അറിയിക്കണം. അതല്ല, നിങ്ങളൊരു സഭയുമായിട്ട് പോകുന്നവരാണ്, അവിടെ നിങ്ങളുടെ ദൈവദാസനെ കണ്ട് ആ കാര്യങ്ങൾ പറയണം. കണ്ണുകളെല്ലാം ഒന്ന് അടച്ചേ, ആരും നോക്കരുത്. യാഥാർത്ഥ്യം. സ്നാനത്തിൽ ക്രിസ്തുവിനെ ധരിക്കുന്നു, സ്നാനത്തിൽ യേശുവിനോട് ചേരുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ഞാൻ രക്ഷിക്കപ്പെടും. പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കണം. വചനം പറയുന്നു, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് തടസ്സം? ഉത്തരം, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിലാകാം. ഇന്ന് വരെയും സ്നാനപ്പെട്ടിട്ടില്ല, എന്നാൽ സ്നാനപ്പെടാൻ എനിക്കൊരു ആഗ്രഹം ഉണ്ടെന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് കരം ഉയർത്താമോ? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ സ്നാനപ്പെട്ടിട്ടില്ല, പക്ഷേ എനിക്ക് സ്നാനപ്പെടാൻ ആഗ്രഹമുണ്ടെന്നുള്ളവർ ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ കരമുയർത്തിയാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കരമുയർത്തിയ ആ സഹോദരിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. സഹോദരൻ കൈ ഉയർത്തിയ പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. കൈ ഉയർത്തിയ കുഞ്ഞിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഇതുവരെ ഞാൻ സ്നാനമുട്ടിട്ടില്ല, എന്ന് സ്നാനപ്പെടാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാനം ചെയ്യുവാൻ കഷ്ടതയിൽ പാനപാത്രം അവൻ കൂടെ സ്നാനമേൽപ്പാൻ കൃപ നൽകി. ചേർന്ന് പഠിക്കേ. പാനം ചെയ്യുവാൻ കഷ്ടതയിൽ പാനപാത്രം അവൻ കൂടെ സ്നാനമേൽപ്പാൻ കൃപ നൽകി. പ്രീതിയായവേ മരിച്ചു താൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ കൂടെ മരിച്ചു താൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ കൂടെ മഹത്വമായി ജീവിച്ചിടാൻ മഹിമയില്ലാതെ പാടും ഞാൻ പരമേശ്വരു സകലം. എന്റെ പാപമെല്ലാം പോക്കിയാൽ പാടും ഞാൻ പരമേശ്വരു സകലം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നാനപ്പെടാൻ തീരുമാനിച്ചവർ നിങ്ങളുടെ ദൈവദാസന്മാരെ കാണുക. അവർ നിങ്ങൾക്ക് വേണ്ട ബാക്കി വചന പഠനങ്ങളും അതിനുള്ള ക്രമീകരണങ്ങളും ചെയ്യും. കാലവും ആർക്ക് വേണ്ടി കാത്തിരിക്കുകയില്ല. ദൈവവചനത്തെ അനുസരിക്കുക. ആരോഗ്യമുള്ളപ്പം, ഓർമ്മയുള്ളപ്പം. എത്രയോ പേർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഐശുവിലെ 100,000 കുഴലുകൾ കടയിൽ കിടക്കുമ്പോൾ പാസ്റ്റർ ഇറങ്ങി വന്നിട്ട് സ്നാനപ്പെടണം. പക്ഷേ ആ ഭാഗ്യം ലഭിച്ചിട്ടില്ല. അപ്പോഴല്ല തീരുമാനിക്കുന്നത്, ഇപ്പോഴാകുന്ന രക്ഷാദിവസം, ഇപ്പോഴാകുന്ന സുപ്രസാദകാലം. വചനം പറയുന്നു, അവിടുത്തെ മരണത്തോട് അനുഭവപ്പെടുക. അങ്ങനെ യേശുവിൻ്റെ മരണത്തോട് അനുഭവപ്പെട്ട് യേശുവിൻ്റെ വചനത്താൽ സ്വയം ന്യായം വിധിക്കുന്നവരെ സ്വീകരിക്കുവാൻ കർത്താവ് വരും. കർത്താവ് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് മരിച്ചവിടെ ഉയർപ്പ് യാഥാർത്ഥ്യം. അതിനുവേണ്ടി കർത്താവ് ഇനിയും വരുമെന്നുള്ളതാണ് ലോകം കാത്തിരിക്കുന്ന ഏറ്റവും വലിയ സംഭവം. വിശ്വാസികളുടെ ഉയർപ്പുണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും നമ്മൾ പറഞ്ഞ വചനമനുസരിച്ച് കർത്താവ് വരുമ്പോൾ അതിന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. മിഡിൽ ഈസ്റ്റിൻ്റെ സംഭവങ്ങൾ, മറ്റ് പല കാര്യങ്ങൾ, ലോകം മുഴുവൻ ഒരു ഏകലോക സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് പോകുന്നു. കാഷ്ലെസ് കമ്മ്യൂണിറ്റി നില വരുന്നത്. നമ്മൾ കൊച്ചു ഗ്രാമങ്ങളിൽ പോലെ ചെന്നാലും ഓട്ടോറിക്ഷയിൽ കയറിയാലും പച്ചക്കറി മേടിയാലും മീൻ മേടിച്ചാലും പറയും ഗൂഗിൾ പേ ചെയ്താൽ മതി. പലർക്കും ഗൂഗിൾ പേ സൗകര്യം. കാരണം 78 രൂപ 100 രൂപ കൊടുത്താൽ ബാക്കിക്ക് മുട്ടായി തരട്ടെ ചോദിക്കും. ഗൂഗിൾ പേ ആണെങ്കിൽ 78 രൂപ 25 പൈസ അയച്ചു കൊടുക്കാം. ശരിയല്ലേ? എല്ലാവർക്കും ഗൂഗിൾ പേ മതി. എന്താ കാര്യം? കാഷ്ലെസ് കമ്മ്യൂണിറ്റി വരും. കാഷ്ലെസ് കമ്മ്യൂണിറ്റി. അതുകൊണ്ടാണ് ഇപ്പോൾ സൈബർ കുറ്റവാളികൾ പെരുകുന്നത്. കാരണം വീട്ടിൽ കയറിയാൽ കാശില്ല, വീട്ടിലാരുടെയും കൈ കാശില്ല, എല്ലാവരുടെയും കൈ ഫോണേ ഉള്ളൂ. അപ്പം കാലം മാറുകയാണ്. കാലം മാറുമ്പോൾ ഓർത്തോണം, ദൈവത്തിൻ്റെ വരവ് അടുത്തു, കർത്താവ് അടുത്തു. ഇനി ആ കാലം ആർക്കും വേണ്ടി കാത്തിരിക്കുകയില്ല. നമ്മുടെ കർത്താവ് വരാറായി. ഹല്ലേലൂയ. ആര് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും യേശു കർത്താവ് വരും. ലോക സംഭവങ്ങൾ അത് വിളിച്ചു പറയുന്നു. കർത്താവ് വരും. എന്തുകൊണ്ട് കർത്താവ് വരും? ഒന്നാമത്തെ വരവെങ്കിൽ അവിടുന്ന് വന്നു. എന്തിന്? മനുഷ്യകുലത്തിൻ്റെ പാപത്തെ ചുമക്കുവാൻ വേണ്ടി, മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കർത്താവ് വന്നെങ്കിൽ ഇനിയും ആ പാപപരിഹാര ബലിയിൽ വിശ്വസിച്ച് ദൈവത്തിൻ്റെ മക്കളായി തീർന്നവരെ സ്വീകരിക്കുവാൻ കർത്താവ് വീണ്ടും വരും. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അവിടെ കർത്താവ് വരുമ്പോൾ തൻ്റെ കാന്തയെ കൂട്ടിക്കൊണ്ട് ദൈവം മണിയറയിലേക്ക് പോവുകയും അവിടെ പ്രതിഫലങ്ങളുടെ വിഭജനം നടക്കുകയും ചെയ്യും. അതാണ് നാം വായിച്ചത്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായം. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ട നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ എവിടെ നിൽക്കണം?
ന്യായാസനത്തിന് മുമ്പാകെ എന്ത് ചെയ്യണം? നിൽക്കേണ്ടി വരും. അതാണ് കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിച്ച വാക്യം, നമ്മൾ ആദ്യം വായിച്ച വാക്യത്തിൽ കാണുന്നു, ഹല്ലേലൂയ ഹല്ലേലൂയ. ആ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ മറ്റൊന്ന് വെക്കാൻ ആർക്കും കഴിയുകയില്ല. അടിസ്ഥാനത്തിൽ ആരെങ്കിലും പൊന്നെ വെള്ളി വിലയേറിയ കല്ല്, അടുത്തത് മരം, പുല്ല്, വൈക്കോൽ എന്നിവയാൽ പണിയപ്പെടുന്നുവെങ്കിൽ അവരുടെ പ്രവൃത്തി വെളിപ്പെട്ട് വരും. എന്താ കാര്യം എന്നറിയാമോ? നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ വരവിൽ എടുക്കപ്പെടാനുള്ള ഏക ക്വാളിഫിക്കേഷൻ ക്രിസ്തുവിലൂടെ മാത്രമേ ഒക്കത്തുള്ളൂ. കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് കർത്താവിൻ്റെ മരണത്തോട് അനുഭവപ്പെട്ടവർ കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടും. അവിടെ പ്രതിഫലങ്ങളുടെ വിഭജനം ഉണ്ടാകും. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് വ്യത്യാസമുണ്ട്. എല്ലാവർക്കും ഒരേ പ്രതിഫലം ആകത്തില്ല. ചിലരെങ്ങനെ ചെല്ലുമെന്നറിയാം? മരം, പുല്ല്, വൈക്കോൽ. ഈ മരം, പുല്ല്, വൈക്കോലിൻ്റെ പ്രത്യേകത വലിയ കെട്ടായിരിക്കും. പക്ഷെ കയറി ചെല്ലുമ്പോൾ ഒരു തീ പിടിച്ചാൽ മൊത്തം കത്തിപ്പോവും. പക്ഷെ പൊന്നെ വെള്ളി വിലയേറിയ കല്ല് എന്ത് ചെയ്യത്തില്ല? കത്തിപ്പോകത്തില്ല. ഇത് എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം. ഞാനൊരു സ്ഥലത്ത് കൺവെൻഷൻ കഴിഞ്ഞ് കിടക്കുക, ഇച്ചിരി ദൂരെ ഒരു സ്ഥലത്താണ്. ആ ദൂരെയുള്ള സ്ഥലത്ത് ഞാൻ കിടക്കുമ്പോൾ ആ ഒരു പാസേജിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ഇടുങ്ങിയ അവസ്ഥയിൽ കിടക്കുകയാണ്. നേരം വിളിക്കുമ്പോൾ കൺവെൻഷൻ നടത്തിപ്പുകാർ ക്ഷമ പറയാം ഒരാളോട്, കയ്യെ കാലെ പിടിച്ച് ക്ഷമ അറിയാം. ക്ഷമിക്ക് എനിക്കൊരു അവസരം തന്നെ, ഞാനിപ്പോൾ ശരിയാക്കാം കാര്യം, ഞാനിപ്പോൾ ആ കാര്യം ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞ് ക്ഷമ അറിയാം. വെളുപ്പാൻ കാലത്താണ് ഞാൻ ചെന്ന് കിടന്നേ. അപ്പോൾ ഈ ക്ഷമ പറയും ബഹളവും കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയേ? ഉയ്യോ, എനിക്കൊരു അർത്ഥം പറ്റിപ്പോയി. ഞാൻ ചോദിച്ചു, എന്താ പറ്റിയേ? അന്ന് പ്രസംഗിക്കാതിരുന്ന വലിയ ആളുടെ കൂട്ടത്തിൽ സാക്ഷ്യം പറയേണ്ട ഒരാളുടെ ഫോട്ടോയും കൂടെ ചേർത്ത് വെച്ചു. അതിനാണ് ഈ വലിയ ആൾ വഴക്കുണ്ടാക്കുന്നത്. എൻ്റെ അടുത്ത് ആ ഫോട്ടോ വെക്കാൻ അയാൾ ആരാണ്? നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായത്? അപ്പം നിങ്ങൾ എന്നെക്കുറിച്ച് എന്താ ഓർത്തേക്കുന്നത്? ഞാൻ ആരാണെന്നാണ് നിങ്ങളുടെ ധാരണ? എനിക്ക് സത്യത്തിൽ പറയണം തോന്നി. ഇന്നത്തെ കൺവെൻഷനെ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. എന്തോ ചെയ്യും ഇങ്ങനെ? അല്ല, ഇപ്പോൾ സുരേഷ് ഭാഷ വന്ന് എന്നെ വിളിച്ച് പറയാം, ഭാഷ ഇന്ന് വൈകിട്ട് കൺവെൻഷൻ ഇല്ല, പോയിക്കോളാൻ പറഞ്ഞു. ഞാൻ എന്തോ കേസ് കൊടുക്കാനത്? എടാ, ഇവർ കൺവെൻഷൻ വെച്ചോണ്ടല്ലേ ഞാൻ പ്രസംഗിക്കാൻ വരുന്നേ. ആരാ വലുത്? ഞാനാണോ ഇദ്ദേഹമാണോ? ഉള്ള പറ. ഞാനാണോ ഇദ്ദേഹമാണോ ഇന്നിവിടെ വലുത്? ആരുമല്ല, ക്രിസ്തു. എന്നാലും പ്രാധാന്യം ആർക്കാ? ഇങ്ങനെ കൺവെൻഷൻ ഈ ദൈവദാസൻ ഇത്രയും കാട്ടപ്പെട്ടില്ല എങ്കിൽ എനിക്കിവിടെ വന്ന് പ്രസംഗിക്കാൻ ഒക്കുമോ? ഉള്ള പറ. അവരല്ലേ വലുത് സത്യത്തിൽ. ഇത് വലിയ പ്രാധാന്യം അവനവന് കൊടുക്കുക. കാരണം ഇപ്പോൾ ഈ ഫ്ലെക്സൊക്കെ ഇരിക്കും. ഞാനിങ്ങോട്ട് വരുമ്പോഴെല്ലാം കോവിലൂർ അമ്പലം കൺവെൻഷൻ്റെ നോട്ടീസാണ്. അപ്പോൾ വന്ന വഴിക്കെല്ലാം എൻ്റെ വണ്ടി ഓടിച്ചതിന് സൗണ്ട് പറഞ്ഞു, അച്ഛാ നോട്ടീസ്. ഞാൻ ചിരിച്ചുകൊണ്ടിരിപ്പുണ്ട്. എനിക്ക് സത്യത്തിൽ ഇത് കാണുന്ന പേടിയായി ഇപ്പോൾ. കാരണം ഞാൻ ഒരിക്കൽ തിരുവനന്തപുരത്ത് നിന്ന് പോകുമ്പോൾ വലിയൊരു പോസ്റ്റർ മോനെ എൻ്റെ ഇരിക്കുക. ആമല്ലു അല്ല, എന്തോ പതിൻ്റെ പേര് അനിലല്ലേ? ആമല്ലു അല്ല, ഒരു പേര് പറഞ്ഞോ, സൂര്യനാണ്. അവൻ വലിയൊരു പോസ്റ്റ് ഇരിക്കുക എൻ്റെ സഹോദരമാണ്. എൻ്റെ മാത്രം എന്നോ അടിപൊളി ഫ്ലെക്സാണെന്നറിയോ. ഞാൻ ഇങ്ങനെ മരത്തെ ഇരിക്കുകയാണ്, വെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ്. അപ്പം വണ്ടിയെ പോയ ഒരാൾ തിരിച്ചു വന്നു. ഞാൻ ഉറക്കും, അച്ഛാ ഉണർന്നേ ഫോട്ടോ വലിയത്. പെട്ടെന്ന് എൻ്റെ അകത്ത് എൻ്റെ പൊന്ന് ദേവനേശൻ പാസ്റ്റർ ഒരു ഇടുത്തി വീണു. മരത്തിന്മേ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനാണ്. മരത്തിന്മേ തൂങ്ങുന്നവനെല്ലാം ഇതെല്ലാം മരം പുല്ല് വൈക്കോല. ഈ പേര് പ്രശസ്തിയും ഇതെല്ലാം മരം പുല്ല് വൈക്കോല. പക്ഷെ ഇതൊന്നും അറിയാതെ, ഒരു പ്രശസ്തി ഇല്ലാതെ കർത്താവിനെ നിസ്വാർത്ഥമായി സ്വീകരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അറിയാമോ? ഞാൻ കണ്ടിരുന്ന ഒത്തിരി പേരുണ്ട്. അവരൊരു എനിക്ക് ഈ പിള്ളേരോടൊക്കെ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഞാനിത് പ്രസംഗിക്കാമെന്ന് വെച്ചു. കഷ്ടപ്പെട്ട മക്കൾക്കായിരിക്കും അന്ന് പ്രതിഫലം. ഇവിടെ ഇപ്പോൾ ഇത്രയും പേര് രക്ഷിക്കപ്പെടാൻ കൈപൊക്കി, സ്നാനപ്പെടാൻ കൈപൊക്കി. എന്നെക്കാട്ടിലും കൂടുതൽ പ്രതിഫലം കർത്താവ് നിങ്ങൾക്ക് തരും. കാരണം പ്രതിഫലം വീതിക്കുന്ന ഒരു ദിവസമുണ്ട്. പ്രതിഫലം. ഞാൻ 2 സംഭവങ്ങൾ അതിന് പറയാറുണ്ട്. ഒന്ന്, എൻ്റെ സഭയിൽ ഒരു പാവം പിടിച്ച ഒരു അച്ഛനുണ്ട്. അച്ഛൻ ഒരു ദിവസം എന്നോട് വന്ന് ചോദിച്ചു, എനിക്ക് കർത്താവിന് വേണ്ടി വല്ലതൊക്കെ ചെയ്യണം. ടാപ്പിംഗ് ഒക്കെ ചെയ്യും, ഓട്ടോറിക്ഷ ഓടിക്കും, എനിക്ക് വല്ലതൊക്കെ ചെയ്യണം. ഞാൻ ചോദിച്ചു, എന്ത് ചെയ്യാം? എന്തും ചെയ്യാം, റെഡി. അല്ല അച്ഛൻ എന്തോ ചെയ്യാൻ അറിയാം. എന്തോ ചെയ്യാൻ അറിയാമെന്ന് ചോദിച്ചാൽ ടാപ്പിംഗ് അറിയാം, ഓട്ടോ ഓടിക്കാൻ അറിയാം. അത് വേറെ എന്തെങ്കിലും അടിപൊളി ചായ ഇടാം. ഞാൻ ചായ ഇടാൻ അറിയാമോ? ചായ ഇടാം. ഞാൻ ഞായറാഴ്ച അന്നേരം തന്നെ റെഡിയാക്കി. പുള്ളി ഞായറാഴ്ച രാവിലെ ഒരു 5:45 ആകുമ്പോഴത്തേന് റെഡി. 6 മണി ആകുമ്പോഴത്തേന് ആളുകൾ വരുമ്പോൾ ചായ റെഡി. ലൈവ് ചായ, ചൂട്. അല്ലേ നിങ്ങൾ റാന്നിക്ക് വാ, രാവിലെ വന്നാൽ മതി. ലൈവ് ചായ. എന്തോ ചായ എന്നറിയാം, ചെല്ലിക്കോട്ടെന്നറിയാം. ഒരു സ്ട്രോങ് വിത്തവട്ടം ചൂട്. ചെല്ല് പറയും ഒരു മധുരം കൂട്ടി ഒരു ചായ ഇങ്ങോട്ട് തന്നേരാം.
കാരണം വീട്ടിൽ പറയാനൊക്കത്തില്ല ഇതൊന്നേ. അപ്പോൾ വലിയൊരു യോഗം നടക്കുക. അപ്പം മോഹൻ സിലാസ്ര സാറിൻ്റെ യോഗം നടക്കുക. ഒത്തിരി പേര് വന്നു. കേരളം കണ്ട ഏറ്റവും വലിയൊരു പാസ്റ്റേഴ്സ് മീറ്റിംഗ് ആയിരുന്നു തോന്നുന്നത്, വലിയ കോവിഡിന് മുമ്പാണ്. അപ്പോൾ അന്ന് വന്ന ഒരു ദൈവദാസനെയും കൊണ്ട് ഒരാൾ വന്നു. ഒരു അക്രൈസ്തവ പശ്ചാത്തലപ്പെട്ട ഒരാളാണ് വണ്ടി ഓടിച്ചിട്ട് വന്നത്. ആ പാസ്റ്റർ രാത്രി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവിടെ പ്രസംഗിച്ച കാര്യമൊന്നും എനിക്ക് മനസ്സിലായില്ലെന്ന് ഈ വണ്ടി ഓടിച്ച സഹോദരൻ പറഞ്ഞു. ഒന്നും എനിക്ക് മനസ്സിലായില്ല, നിങ്ങൾ പറഞ്ഞൊന്നും എനിക്ക് അത്രയും മനസ്സിലായില്ല. പക്ഷേ എൻ്റെ പൊന്നച്ഛൻ, ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു, അവിടെ ചായ അടിക്കുന്ന മനുഷ്യൻ്റെ മുഖത്തൊരു വെട്ടമുണ്ടായിരുന്നു. എന്നെ തേജസ്സായിരുന്നു. പുള്ളി ചിരിച്ചോണ്ടാണ് ചായ അടിക്കുക. ഈയിടയ്ക്ക് ഒരു വീഡിയോ വൈറലായി. ഒരു കൺവെൻഷൻ നടക്കുമ്പോൾ പുള്ളി പുറയുന്നതുകൊണ്ട് ഞങ്ങളുടെ മുറ്റത്ത് കൺവെൻഷൻ ചായ അടിച്ചു കൊടുക്കുക. ആത്മാവിൽ ആരാധിച്ച് ചായ അടിക്കുക. ആ ചായക്ക് എൻ്റെ രുചിയാണെന്നറിയോ? ആരാധിച്ച ചായ അടിക്കുന്നത് ഇന്നല്ല, അതൊന്ന് കുടിച്ചാൽ ഷുഗറൊക്കെ അങ്ങ് പോകും. ഇന്നല്ല, അത് രസമായിരുന്നു കാണാൻ. അവിടെ നിത്യത ചെല്ലും. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു തങ്കോയി എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്. തങ്കോയി ചേച്ചിക്ക് എത്ര വയസ്സായെന്ന് ആർക്കും അറിയത്തില്ല. തങ്കോയുടെ ഡേറ്റ് ഓഫ് ബർത്തൊക്കെ ഒരു എന്നാലും 70 വയസ്സിന് മേളിൽ കാണും ചിന്ത. എനിക്കൊരു 5 വയസ്സുള്ളപ്പം വന്നാൽ, ഇപ്പോൾ എനിക്ക് 50 വയസ്സ് കഴിഞ്ഞ് 53 വയസ്സായി. അപ്പോൾ എനിക്ക് 5 വയസ്സുള്ളപ്പം ചേച്ചി വീട്ടിൽ വന്നു. ഞായറാഴ്ച രാത്രി ചേച്ചിയെക്കാട്ടും വലിയ കലത്തിലാണ് ചോറ് വെക്കുക, സാമ്പാർ വെക്കുക, എല്ലാവർക്കും കൊടുക്കും. എത്രയോ ആയിരക്കണക്കിനോ 10,000 ലക്ഷക്കണക്കിന് ദൈവമക്കൾക്ക് ഈ ഒരു ആയുസ് കൊണ്ട് ചോറ് വെച്ച് കൊടുത്തു. അയർലൻഡിൽ നിന്നൊരു സായി പപ്പച്ചൻ വരും, പാവം പിടിച്ചൊരു അപ്പച്ചനാ, വല്ലപ്പോഴും ഒക്കെ വരുമായിരുന്നു. ഇപ്പോൾ അവർക്ക് ഒത്തിരി പ്രായമായി. ഞാനൊരിക്കൽ അവരെ കണ്ടപ്പം ചോദിച്ചു, വൈ ഡോണ്ട് യു കം ടു ഇന്ത്യ? അവൻ പറഞ്ഞു, ഞാൻ വരാം. തങ്കോയി ഈസ് ദെയർ, ഷീ സ്റ്റിൽ അലൈവ്. തങ്കോയി എന്ന് പറഞ്ഞാൽ ചേച്ചി ഉണ്ടോ, ജീവനോടുണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ട്, വെരി മച്ച് അലൈവ്. അവർ വന്നു, വീട്ടിൽ വന്നു, തങ്കോയിയെ കണ്ടു. പിറ്റേ ദിവസം യോഗം നടക്കുക. അവർ ചെറിയൊരു ടെസ്റ്റ് പണി പറഞ്ഞ് അവർ ഇങ്ങനെ വന്നാണ്, പ്രായമായി അവർക്ക്. പക്ഷെ ഞങ്ങൾ ഇന്ത്യ വരണമെന്ന് ആഗ്രഹിച്ചു. ഇന്ത്യ വരണമെന്ന് ആഗ്രഹിക്കാൻ കാര്യം തങ്കോയിയെ കാണാൻ വേണ്ടിയാണ്. ബ്രിങ് തങ്കോയി. തങ്കോയിയെ വിളിച്ചുകൊണ്ട് വന്നു. പാവം തങ്കോയി വന്നപ്പം അവർ പെട്ട് തുറന്നിട്ട് അവിടെ ഒരു കൊച്ചു ബോക്സ് എടുത്തു. ആ ബോക്സ് എടുത്തെന്ന് പറയുമ്പോൾ നല്ല ഈ ഷോക്കേസിലൊക്കെ വെക്കുന്ന ബോക്സാണ്. ആ ബോക്സ് അവർ തുറന്ന് കാണിച്ചിട്ട് പറഞ്ഞു, ഈ ബോക്സ് എംറ്റി ആണ്. പക്ഷേ ദൈവം ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ഇന്ത്യക്ക് പോകണം. ഞങ്ങൾ ചോദിച്ചു, എന്തിന് പോകണം? ദൈവം പറഞ്ഞു, ഗോ ടു ഇന്ത്യ, ഓണർ തങ്കോയി, ഷോ ദിസ്, ഇതത് കാണിക്കണം. ഇത് എംറ്റി ബോക്സാണ്, പക്ഷെ നിൻ്റെ പെട്ടി മേളിൽ നിറഞ്ഞു എന്ന് പറയാൻ പറഞ്ഞു. ഈ ഭൂമിയിൽ അടുക്കള നിൽക്കുന്ന ഈ പെങ്കൊച്ചിന് എന്താ ഉള്ളേ, എന്താ വേണ്ടേ? കുറച്ച് സാരി, കുറച്ച് എന്തെങ്കിലുമൊക്കെ, ഒരു കട്ടിൽ, അലുമാരി, അല്ലാതെ എന്താ തങ്കോയ്ക്ക് വേണ്ടേ? ബെൻസ് കാർ വേണോ? തങ്കോയ്ക്ക് എന്തോ വേണ്ടേ? പക്ഷെ തങ്കോയ്ക്ക് കർത്താവ് പറയുന്നു, അയർലൻഡ് വഴി ദൈവം. നിങ്ങൾ വിശ്വസിക്കുമോ, ഇംഗ്ലണ്ടിൽ നിന്ന് ഇറങ്ങിയ ഒരു പുസ്തകത്തിൻ്റെ ഒരു ചാപ്റ്റർ തങ്കോയെക്കുറിച്ചാണ്, പ്രതിഫലങ്ങളെ കുറിച്ച്. ഒരു കാര്യം ഓർത്തോണേ, പ്രതിഫലം വീതിക്കുന്ന ഒരു ദിവസം നമ്മൾ കാണാത്ത ഒത്തിരി പേർ അന്ന് കയറി വരും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇന്ന് കർത്താവിന് വേണ്ടി അധ്വാനിക്കണം, കർത്താവിൻ്റെ വേല ചെയ്യണം. കർത്താവിൻ്റെ വേല ചെയ്യണം മക്കളെ, കർത്താവിൻ്റെ വേല ചെയ്യണം, ഉശിരോട് ചെയ്യണം, ഉയിരോട് ചെയ്യണം. നല്ല ചെറുപ്പത്തിൽ കർത്താവിനെ കുറിച്ച് പരിചയപ്പെടുത്തണം, കർത്താവിൻ്റെ നല്ല വേല ചെയ്യണം. എന്നിട്ട് നല്ല ദാസനെന്ന് ചൊല്ലുന്നാൾ തൻ്റെ മുമ്പാകെ ലജ്ജിതനായി തീർന്നു പോകാതെ നന്ദിയോടൻ പ്രിയൻ മുമ്പിൽ പ്രേമക്കണ്ണീർ ചൊരിഞ്ഞിടാൻ ഭാഗ്യമേറും മഹോത്സവ വാഴ്ചകാലം വരുന്നുണ്ട്. പ്രതിഫലം വരുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ഒത്തിരി പേർക്ക് പ്രതിഫലങ്ങൾ കൊടുക്കുന്ന കൂട്ടത്തിൽ ഇടയശ്രേഷ്ഠം വരുമ്പോൾ ഹല്ലേലൂയ തേജസ്സിൻ്റെ വാടാത്ത കിരീടങ്ങളെ കൊടുക്കും. കർത്താവിൻ്റെ വേല ചെയ്യുന്നവർക്ക് പ്രത്യേക പ്രതിഫലങ്ങളുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു കൊച്ചായുസ് കർത്താവിൻ്റെ വേല ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം. നല്ല പെൺകുട്ടികളെ കർത്താവിന് വേണം. നല്ലൊരു കർത്തദാസനം ഉണ്ടാകണമെങ്കിൽ നല്ലൊരു ദൈവദാസി പുറകെ വേണം, പ്രാർത്ഥിക്കാൻ, പ്രോത്സാഹിപ്പിക്കാൻ. 24 മണിക്കൂറും പരാതി പറയുന്ന ഒരു സംഭവമാണ് കൂടെ കൂടിയെങ്കിൽ വേല നിർത്തേണ്ടി വരും. പക്ഷേ കർത്തദാസന്മാരെക്കാട്ടിലും പ്രതിഫലം കിട്ടാൻ പോകുന്നത് കർത്തദാസിമാർക്കാണ്, ഉറപ്പ്. കാരണം പാസ്റേഞ്ചിൻ്റെ സകല ദുരിതങ്ങളിലും കഷ്ടതകളിലും പരാതിയില്ലാതെ, പെറുപെറുപ്പില്ലാതെ, കുഴപ്പമില്ല ചായ മതിയെന്ന് പറഞ്ഞ് ഞരങ്ങി പിള്ളേരുടെ ഇടയിൽ കർത്താവിനെ പ്രാർത്ഥിച്ച് ഓരോന്നും നേടിയെടുക്കുന്ന എൻ്റെ കർത്തദാസിമാർക്ക് കർത്താവ് വരുന്ന ദിവസം വലിയ പ്രതിഫലം കൊടുക്കും. ഹല്ലേലൂയ. നല്ല പെൺകുട്ടികൾ കർത്താവിന് വേണം. എന്തിനാ? വചനം പഠിച്ച് നിശ്ചയം പ്രാപിച്ച് ദൈവസഭയിൽ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ നല്ല ദൈവദാസന്മാരെ, സുവിശേഷകരെ ദൈവത്തിന് വേണം. ഞാൻ ചോദിക്കുകയാണ്, എനിക്കൊരു ആയുസ് ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ വേല ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പദവിയാണ്, ഏറ്റവും വലിയ ഭാഗ്യമാണ്, ഏറ്റവും നല്ല സംതൃപ്തി തരുന്നൊരു കാര്യമാണ്. ഇന്ന് കുറച്ച് പേര് ശാനപ്പെടാൻ തീരുമാനിച്ചു. ഇന്ന് ഞാൻ തിരിച്ചു പോകുമ്പോൾ ഞാൻ ഉറങ്ങിയാൽ സംതൃപ്തിയോടെ ഉറങ്ങും. എന്താ കാര്യം? ഭയങ്കര സംതൃപ്തി തരുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ വേല.
അത് തരുന്നൊരു സന്തോഷം വലുതാണ്, അത് തരുന്നൊരു ഒരു ആനന്ദം വലുതാണ്. അങ്ങനെയെങ്കിൽ എനിക്ക് കർത്താവിൻ്റെ വേല ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ആയുസ് എൻ്റെ, പ്രത്യേകിച്ച് എൻ്റെ എല്ലാവർക്കും പ്രായം തടസ്സമല്ല എങ്കിലും ചെറുപ്പക്കാരെ, എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ, കർത്താവിൻ്റെ വേല ചെയ്യുക ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. നിങ്ങൾ മുന്നും പിന്നും നോക്കല്ല, ആഴിയം നോർക്കാതെ ആഴമാരായാതെ അലകൾക്ക് തെല്ലും ഭയപ്പെടാതെ ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവിൽ നിൻവിളി കേട്ട് പിൻവരുവാൻ അവരാരും ലജ്ജിക്കപ്പെട്ടു പോയിട്ടില്ല. വിശ്വസ്തയോടെ നിന്ന് ഒറ്റയാളും ലജ്ജിക്കപ്പെട്ടില്ല. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വേല ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കരം ഉയർത്താമോ? എനിക്ക് യേശു കർത്താവിൻ്റെ വേല ചെയ്യണം. കുഞ്ഞുങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വേലക്കാരാകുവാൻ കരമുയർത്തിയ ഓരോ മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പെൺകുഞ്ഞുങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്യാൻ ആഗ്രഹമുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ട്. ഹാലൊരു കരമുയർത്ത മക്കളെ നല്ലപോലെ ഉയർത്ത് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ പഠിക്കണം, അടിസ്ഥാന വിദ്യാഭ്യാസം നല്ലപോലെ നേടണം. എന്നിട്ട് ഒക്കുമെങ്കിൽ നല്ലൊരു ബൈബിൾ സ്കൂളിൽ പോയിട്ട് വേദവചനം പഠിക്കണം. കർത്താവ് നിങ്ങൾ കരമുയർത്തി പിടിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. കർത്താവിൻ്റെ വേല ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച എല്ലാവരും ഞാൻ അനുമോദിക്കുന്നു. എൻ്റെ എല്ലാവരും ഞാൻ അനുഗ്രഹിക്കുന്നു. എന്നാൽ പ്രത്യേകിച്ച് കുഞ്ഞുമക്കളെ ഓർത്ത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ കൂടുതൽ ആയുസ്സിനിയുണ്ട്. നിങ്ങൾ ഒത്തിരി നാൾ കർത്താവിൻ്റെ വേല ചെയ്യണം. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ വേല ചെയ്യാൻ തീരുമാനിച്ച ഓരോ പ്രിയപ്പെട്ടവരെയും പ്രായഭേദം എന്നെ പ്രത്യേകിച്ച് മക്കളെ ഞങ്ങൾ അങ്ങയുടെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അവർ എടുത്ത തീരുമാനം അവരുടെ മരണം വരെ മറക്കാതെ ആ നിലകളിൽ അവർ പാകപ്പെടട്ടെ, ആ നിലകളിൽ അവർ രൂപാന്തരപ്പെടട്ടെ, ആ നിലകളിൽ പരിശുദ്ധാത്മാവരെ പണിതെടുത്താട്ട് ഞങ്ങൾ അങ്ങയുടെ നാമം ചൊല്ലി അവരെ അനുഗ്രഹിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അങ്ങനെ അവിടെ വെച്ച് പ്രതിഫലങ്ങൾ വിഭജിക്കപ്പെടും. പ്രതിഫലങ്ങൾ വിഭജിക്കപ്പെടുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ കിരീടങ്ങൾ ദൈവം നൽകപ്പെടും. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷേ വചനം സമയത്തിൻ്റെ പരിമിതിയിൽ ഞാൻ മുമ്പോട്ട് പോവുകയാണ്. വാടാത്ത കിരീടം കർത്താവ് കൊടുക്കും. 1 കൊരിന്ത്യർ 9-24 മുതലുള്ള വാക്യങ്ങൾ. വിശ്വസ്തയോടെ ഓട്ടം തികച്ചവർക്ക് ദൈവം എന്ത് കൊടുക്കും? വാടാത്ത കിരീടം കൊടുക്കും. ആത്മാക്കളെ നേടുന്നവർക്ക് 1 തെസ്സലോനിക്കർ 2 ആത്മാക്കളെ നേടുന്നവർക്ക് പ്രശംസാ കിരീടം കൊടുക്കും. നിങ്ങൾ എൻ്റെ പ്രശംസാ കിരീടമല്ലയോ? പരീക്ഷ സഹിക്കുന്നവർ യാക്കോബ് 1:12 അവർക്ക് ജീവന്റെ കിരീടങ്ങൾ കൊടുക്കും. ഇനി നീതിയുടെ കിരീടം കർത്താവ് കൊടുക്കും. ഹല്ലേലൂയ. കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും നീതിയുടെ കിരീടങ്ങൾ കൊടുക്കും. തേജസ്സിൻ്റെ കിരീടം കൊടുക്കും. ഇടയശ്രേഷ്ഠം പ്രത്യക്ഷപ്പെടും. തേജസ്സിൻ്റെ വാടാത്ത കിരീടങ്ങൾ കൊടുക്കപ്പെടും. 1 പത്രോസ് 5:1 ദൈവം കിരീടങ്ങൾ കൊടുക്കപ്പെടും. ഇനിയും കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? പ്രതിഫലങ്ങൾ കൊടുക്കപ്പെടും. വേഗത്തിൽ വായിക്കാം. വെളിപ്പാട് പുസ്തകം 2:7. വെളിപ്പാട് പുസ്തകം 2:7. നിങ്ങളെല്ലാം എൻ്റെ കൂടെ വരണേ. വെളിപ്പാട് പുസ്തകം 2:7 അവിടെ പറയുന്നു പ്രതിഫലങ്ങളെ കൊടുക്കും. എന്താണ് പ്രതിഫലം? വെളിപ്പാട് പുസ്തകം 2:7 അത് ഞാനും വായിക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പരദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ജയിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിന്റെ ഫലം എന്ത് ചെയ്യും? തിന്മാൻ കൊടുക്കും. വെളിപ്പാട് 2:11 മക്കളെ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. 2:17 ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന എന്ത് കൊടുക്കും? മന്ന കൊടുക്കും. ഹല്ലേലൂയ. വെളിപ്പാട് 2:17 ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നതല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേര് കൊടുക്കും. 2:26 ജയിക്കുകയും ഞാൻ ജാതികളുടെ മേൽ, അതിന്റെ അവസാനം എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. 3:5 അവർ 4 മുതൽ വായിച്ചേ മോനെ. 3:4 മുതൽ. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ എവിടെ ഉണ്ട്? സർദീസിൽ. എല്ലാവരും ചേർന്ന് പറഞ്ഞ ഉടുപ്പ് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പോരാ, എന്തുകൂടെ ചെയ്യണം? ഉടുപ്പ് മലിനമാകാത്ത ചില പേർ എവിടെ ഉണ്ട്? സർദീസിലുണ്ട്. അടുത്ത വാക്യം. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. ഈ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ എന്ത് ചെയ്യും? നടക്കും. അവർ എന്ത് ചെയ്യില്ല? ഉടുപ്പ് എന്താക്കത്തില്ല. ഉടുപ്പ് ഞങ്ങൾ ഈ വെള്ള ഷർട്ട് ഇടുന്നവര് എവിടെ പോയി കഴിക്കാനിരുന്നാലും എന്തെങ്കിലും ഒന്ന് വീഴും. ഒന്ന് മീൻചാറ് വീഴും. ഒന്ന് നമ്മളിനി എത്ര സൂക്ഷിച്ചാലും നമ്മുടേത് വീണില്ലെങ്കിൽ അങ്ങോട്ട് കൈ കഴുകാൻ പോകുമ്പോൾ ഒരാളുടെ കൈ തട്ടും. ഇത് പിന്നെ എന്തോ പാടാന്നറിയാം. ചിലപ്പം പോകാൻ വേണ്ടി ചിലത് പോയാൽ വീഴത്തില്ല. അപ്പോൾ ഒത്തറ സൂക്ഷിച്ച് വേണം ഈ വെള്ള ഷർട്ട് ഇട്ട് നടക്കാൻ. സത്യമാണോ?
അതുകൊണ്ട് ഈ പ്രായമുള്ളവർ ഞാൻ കണ്ടിട്ടുണ്ട് കഴിക്കുമ്പോൾ ഒരു ഏപ്രൺ പോലൊരു സാധനം ഇങ്ങനെ കെട്ടിയിടും, പ്ലാസ്റ്റിക് പോലെ. ഞങ്ങളുടെ തമ്പിയപ്പച്ചനൊക്കെ ഒരു സാധനം ഇങ്ങനെ തൂവാല കെട്ടിയിട്ടിട്ടാണ് കഴിയും. എന്താ കാര്യം? ഷട്ടേ വീഴാതിരിക്കാൻ. ഒരു ഷട്ടേ വീഴാതെ കറി വീഴാതിരിക്കാൻ ഇത്രയും സൂക്ഷ്മതയുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ വിശുദ്ധിയിൽ കറ വീഴാതിരിക്കാൻ എന്തുമാത്രം പ്രാർത്ഥിക്കും. ഉട്ടുപ്പും എല്ലാവരും ഒന്ന് ചേർന്ന് കര ഉയർത്തി പറഞ്ഞ്, ഉട്ടുപ്പ് പോരെ, രക്ഷിക്കപ്പെട്ടാൽ പോരാ, സ്നാനപ്പെട്ടാൽ പോരാ, വേല ചെയ്താൽ പോരാ, ഉട്ടുപ്പും മലിനമാകാത്ത കുറേ പേര് അന്ന് വരുന്നത്. അവരെന്ത് ചെയ്യും? അവർ യോഗ്യന്മാരാകിയാൽ എന്നോട് കൂടെ നടക്കും. കരമടിച്ചൊന്ന് സ്തുതിച്ചേ. സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ, വീണ്ടെടുക്കപ്പെട്ട സർവ്വ ദൈവ മക്കളും അവർ ഹല്ലേലൂയ. ഉടുപ്പ് മലിനമാകാത്ത എല്ലാവരും ഒന്ന് പറഞ്ഞേ, എന്ത് മലിനമാകരുത്? ഉറക്കെ പറ. ഉടുപ്പ്. ഞാനൊരു സംഭവം എൻ്റെ പറയാം, നിങ്ങളുടെ അല്ല, എൻ്റെ സംഭവം. അതിൻ്റെ പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും കുഴപ്പമില്ലല്ലോ. സാധാരണ ആരും പറയത്തില്ല. ലൈവ് പോകുന്നുണ്ട്. ലൈവ് അല്ലേ? ലൈവാണ്. ലൈവ് കേൾക്കുന്നവരെ മിസ്കൗട്ട് ചെയ്യരുത്, നാളെ എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല. അതുകൊണ്ട് എല്ലാ ബഹുമാനത്തോടും ആദരവ് പറയും. എൻ്റെ കൂടെ ഒരു കൊച്ചു കുഞ്ഞ്, ഞാൻ സുവിശേഷ നല്ല ഒരു ചെറിയ ഒരു സഭയുടെ ശുശ്രൂഷനായിരിക്കുമ്പോൾ ഒരു കൊച്ചൻ അവൻ അന്ന് പഠിക്കുകയാണ്. ആ കൊച്ചന് ഇച്ചിരി വെളിപ്പാടൊക്കെ ഉണ്ട്. നല്ല കൊച്ചനാണ് കേട്ടോ. ഇന്ന് അവനെ വളർന്ന് വലുതായി ദൈവകൃപയാൽ നല്ല അനുഗ്രഹിക്കപ്പെട്ട ജോലിയോടൊപ്പം ശുശ്രൂഷ ചെയ്യുന്നൊരു കുഞ്ഞാണ്. ആ കുഞ്ഞ് എൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, അച്ഛാ ദൈവം ഒരു വെളിപ്പാട് കാണിക്കുന്നു. ഒയ്യോ ഉമ്മ, എന്താണ് വെളിപ്പാട് കുഞ്ഞെ? അച്ചാച്ചൻ്റെ അന്ന് ഞാൻ വെള്ള ഷർട്ട ഇടുക, വെള്ള ഷർട്ടയിൽ ഒരു വാഴയ്ക്ക കറ പോലെ വലിയൊരു കറ കാണുന്നു. അപ്പോൾ എനിക്ക് ഇവനോട് സത്യത്തിൽ ദേഷ്യമാണ് തോന്നിയത്. കൊത്തി എവിടെ കയറി കൊത്തുക? മുഖത്തെ കയറി കൊത്തുക. എൻ്റെ അടുക്കൽ തന്നെ വേണം എൻ്റെ വെളിപ്പാട്, അതും വാഴയ്ക്ക കറ. സൂക്ഷിച്ചോണം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി മക്കളെ സൂക്ഷിക്കാം, മക്കളെ സൂക്ഷിക്കാം. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാനിന്ന് കുടുംബാരോഗ്യ രംഗത്ത് എന്താണ് പറയുക, ഫാമിലി മിനിസ്ട്രിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു കത്തോലിക്ക സെമിനാരിൽ പോയി പഠിച്ചു. അവിടെ ഒരു മാസ്റ്റേഴ്സ് എടുക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഒരു ചെറിയ കോഴ്സൊക്കെ എടുത്ത് ഒരു MA എന്ന് പറയുന്നൊരു കോഴ്സ് ഒത്തിരി അച്ഛന്മാരും കന്യാസ്ത്രീകളൊക്കെ പഠിച്ച കൂട്ടത്തിൽ പഠിക്കാനൊക്കെ ഒരു ഭാഗ്യം തന്നു. അത് കഴിഞ്ഞാൽ ഒത്തിരി കുടുംബ സെമിനാറുകളൊക്കെ എടുക്കാൻ പോയി. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു സെമിനാറിൽ ഒരു സഹോദരി, ഇച്ചിരി പ്രായമുണ്ട്, 19 വയസ്സിന് മേലെ പ്രായമുള്ള ഒരു നല്ല ആൻറ്റിയാണ്. എനിവേ ആ ആൻറ്റി നല്ല സുന്ദരിയായൊരു ആൻറ്റിയാണ്. ആ ആൻറ്റി എന്നോട് പറഞ്ഞു, ദ വേ യു പ്രീച്ച്, ദ വേ യു സ്പീക്ക്, ദ വേ യു പ്രസൻറ്റ് ദ മാറ്റേഴ്സ്, മാൻ, ദിസ് ഈസ് സംതിങ് വെരി 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 അട്രാക്റ്റീവ് ആൻഡ് ഐ അഡ്മയർ യു എന്നൊക്കെ പറഞ്ഞു. ഇവരെനിക്കൊരു നോട്ട് തന്നു. ഐ അഡ്മയർ യു, എനിക്ക് ഭയങ്കര ആരാധന തോന്നുന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞ എല്ലാം കൃപ, എനിക്കൊന്ന് വിളിക്കണം പേഴ്സണലി, കാരണം എൻ്റെ ഒത്തിരി സങ്കടങ്ങൾ പറയാം. ആയിക്കോട്ടെ, നമ്പർ മേടിച്ചു. രാത്രി 11 മണിയൊക്കെ ആയപ്പോൾ ഇവരെന്നെ വിളിച്ചു. ഞാൻ ചോദിച്ചു, അതെന്നെ ആൻറ്റി ഇത്രയും രാത്രി? ഭർത്താവ് ഭയങ്കര കുടിയനാണ്, അവർ ഉറങ്ങിയിട്ട് വേണം വിളിക്കാൻ, അല്ലെ ഭയങ്കര അവർക്ക് പാസ്റ്ററിന് കേൾക്കുന്ന പിണക്കാണ്. വിളിച്ചു, വർത്തനം പറഞ്ഞ് എൻ്റെ ഭാര്യ എൻ്റെ കൊണ്ടുത്തരും. ഒരു 3-4 രാത്രി ഇവരെന്നെ ഒരു 11 മണി കഴിഞ്ഞ് വിളിച്ചു. നിങ്ങളിത് എന്ത് വേണം വ്യാഖ്യാനിച്ചു? വ്യാഖ്യാനിക്കാൻ വേണ്ടി തന്നെ ഇരിക്കുന്നവർ എപ്പോഴെങ്കിലും കാണും. നിങ്ങൾക്ക് വാഴ്വ്, നിങ്ങൾക്ക് നന്ദി ഇടുവാണെങ്കിൽ ഇതെല്ലാം കൂടെ മൊത്തത്തിൽ ഇടണം, ഇച്ചിരിയായിട്ട് ഇടല്ലേ. അപ്പം ഞാൻ പറഞ്ഞെന്നാ. അപ്പോൾ ഇവരവരുടെ സങ്കടങ്ങൾ പറയാൻ തുടങ്ങി, അവരുടെ ഫ്രസ്ട്രേഷൻസ് പറയാൻ തുടങ്ങി, അവരുടെ ലൈഫിൻ്റെ ഒത്തിരി പ്രശ്നങ്ങൾ പറയാൻ തുടങ്ങി. സത്യമായിട്ട് പറഞ്ഞാൽ കേട്ടോണ്ടിരിക്കുന്ന വലിയ പാടാണ്. അടുത്ത ദിവസം ഒരു 11 മണിയായപ്പോൾ ഞാനിങ്ങനെ റെഡിയാകുക ഇവരുടെ കോളിന് വേണ്ടി. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ചോദിച്ചു, ഞാനിക്കെന്താ ഇത്ര തിടുക്കം? അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട്, ചാർജ് ഉണ്ടോ? എനിക്ക് ആവശ്യമില്ലാത്തൊരു തിടുക്കം. 11 മണിയാകാൻ ഞാനിങ്ങനെ കാത്തിരിക്കുക. എൻ്റെ വീട്ടില എൻ്റെ ഭാര്യയുണ്ട്, എൻ്റെ പിള്ളേരുണ്ട്. പാവം ഇതൊന്നും അറിയാം. അവളെ എനിക്ക് കോൾ കൊണ്ടു തരുന്നത്. ഇവിടെ കണ്ട് വരും, ദൈവമേ കേട്ടെങ്കിൽ ശരി, പാവം കേട്ടാലും കുഴപ്പമൊന്നുമില്ല, പാവ അവളെ എന്നെ കൊണ്ടു തരുന്നത്. അപ്പം ഞാൻ ഓർത്ത്, എൻ്റെ തമ്പുരാനെ, ഞാൻ എന്തിനാ ഈ ടെൻഷൻ അടിക്കുന്നത്? ഈ 11 മണിയാവും, അത് നല്ലതാണോ? അതിനകത്ത് എന്തെങ്കിലും ആത്മഭാരമാണോ? ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, ആത്മഭാരമാണോ? പാട്ടുകാരി ആണോ? എനിക്കറിയാൻ പറ്റും 11 മണിയാകുമ്പോൾ എനിക്ക് കോളിന് വേണ്ടി കാത്തിരിക്കുന്ന ആത്മഭാരമാണോ മോളെ? അല്ല, മനസാക്ഷി എന്ന് പറഞ്ഞിടാ, അഹങ്കാരി, ആത്മഭാരം അല്ലിത്. ഞാൻ കോള് ഓഫ് ചെയ്തു, ഫോൺ ഓഫ് ചെയ്തു, ഓഫ് ചെയ്തു. പിറ്റേ ദിവസം ഞാൻ എൻ്റെ അമ്മയും കൊണ്ട്, അന്ന് എൻ്റെ അമ്മയുണ്ട്, അമ്മയും കൊണ്ട് ഞാൻ ഒരു കടയിൽ പോയി. ഒരു ചന്തയാണ്. അവിടെ ഇറങ്ങി നിൽക്കുമ്പോൾ എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു ചേച്ചി ഇറങ്ങി വരുന്നു. എന്നോട് ഒന്ന് ചോദിച്ചു, നീ ഒന്നേടാ, എൻ്റെ മൂത്ത ഒത്തിരി പ്രായമുള്ള ഇടപാടെ വിളിക്കാൻ സ്വാതന്ത്ര്യമുള്ളൊരു ചേച്ചിയാണ്, നീ ഒന്നേ നിന്നെ ഇന്നേരെ വിളിക്കാറുണ്ടോ? ഉണ്ട്. എന്തിനാ വിളിച്ചേ? കൗൺസിലിങ്. രാത്രിയിലാണോ വിളിക്കുന്നത്? ആണ്. പണ്ടര അടങ്ങാൻ നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ? ഞാൻ ചോദിച്ചു, എന്താ പറ്റി? അവൾ അവിടെ നിന്നുകൊണ്ട് പറയുന്നു, ഇപ്പം എൻ്റെ പുതിയ ലൈൻ പ്രിൻസിപ്പാളാണ്. അല്ലേ, സംശയം ഉണ്ടെങ്കിൽ 11 മണി കഴിഞ്ഞ് വിളിച്ചോ, ഞങ്ങളുടെ ഫോൺ എൻഗേജിലാണ്. എൻ്റെ തമ്പുരാനെ, ചെറുക്കൻ്റെ പ്രവചനം, വാഴയ്ക്ക കറ.
രക്ഷപ്പെട്ടടാ മക്കളെ. പിന്നെ ഞാൻ അറിഞ്ഞു ഒത്തിരി എണ്ണത്തെ വലച്ചതാ ഈ സാധനം. ഒത്തിരി എണ്ണം വലഞ്ഞു. വെറും ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ സർദീസിലുണ്ട്. അവരെന്തോ ചെയ്യുന്നറിയാം, വെള്ള ഉടുത്തുകൊണ്ട് എന്നോട് കൂടെ നടക്കും, കരമടിച്ചു സ്തുതിച്ച് ആരാധിച്ച്. പ്രിയരെ, ഇവിടുത്തെ ചെറിയ സുഖത്തിൻ്റെ പേര് ഉടുപ്പ് മലിനമായാൽ ആ യാത്ര നഷ്ടപ്പെടും. ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ. ഞാൻ എന്തിനാ ഈ കഥ പറഞ്ഞത്? നിങ്ങളെല്ലാം മറന്നാൽ ഈ കഥ മറക്കത്തില്ല, എനിക്കറിയാമല്ലോ. ഇത് മറക്കത്തില്ല. മറക്കുമോ? ഇല്ല. അച്ചായന്മാരുടെ ഒക്കെ ചെന്ന് പറയണം, വാഴയ്ക്കാക്കാറ മര്യാദയ്ക്ക് എണ്ണണം പറയണ. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് എന്തോ ചെയ്യണം? ഉടുപ്പ് മലിനം. അവർ യോഗ്യന്മാരാകിയാൽ, കരവെല്ലാവരും ഉയർത്തിപ്പിടിച്ച് യോഗ്യന്മാരാകിയാൽ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വരും കേട്ടോ. നമ്മുടെ കർത്താവ് വരും. എൻ്റെ പ്രിയമുള്ളവരെ, മണ്ണെ പ്രതി മാണിക്യം കളയരുത്. കറ, ചുളുക്കം, വാട്ടം, മാലിന്യം ഒന്നുമില്ലാതെ തന്നെത്താൻ ഹല്ലേലൂയ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ വസ്ത്രമലക്കി കറ, ചുളുക്കം, വാട്ടം, മാലിന്യം ഒന്നുമില്ലാതെ തന്നെത്താൻ സൂക്ഷിക്കുന്ന കുറേ പേരെ ചേർക്കാൻ യേശു വരും. ഹല്ലേലൂയ. യേശു വരുന്നേ, പൊന്നേശു വരുന്നേ, വരവിനായി തൻ വചനം പോൽ നീ ചേർന്ന് സ്തുതിച്ചേ. വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ? യേശു വരുന്നേ, പൊന്നേശു വരുന്നേ, വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ? വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ? കയറി വരുവിനെന്ന ദൈവം അതിനു വേണ്ടി ഉണർന്നു നീ ഒരുങ്ങിടുന്നുവോ? ഇവിടെ യേശു വരുന്നേ, പൊന്നേശു വരുന്നേ, വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ? വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ? നീക്കും ലോകവാഴ്ച യേശു രാജരാജനായി ഭാവിക്കും സ്വർഗീയ വാഴ്ച തൻ വിശുദ്ധർക്കായി. നീക്കും ലോകവാഴ്ച യേശു രാജരാജനായി ഭാവിക്കും സ്വർഗീയ വാഴ്ച തൻ വിശുദ്ധർക്കായി. യേശു വരുന്നേ, പൊന്നേശു വരുന്നേ, വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ? ആമേൻ. വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ? ഓ, അമ്പരപ്പിൻ ശക്തികൾ ഭ്രമിച്ചിടുന്നിതാ, അമ്പരപ്പിനാലി ലോകം. അമ്പരത്തിൻ ശക്തികൾ ഭ്രമിച്ചിടുന്നതാ, അമ്പരപ്പിനാലി ലോകം നടുങ്ങിടുന്നതാ. യേശു വരുന്നേ, പൊന്നേശു വരുന്നേ, വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ? വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ? ഇവിടെ കയറി വരുവിനെന്ന ദൈവശബ്ദമേ, അതിനു വേണ്ടി ഉണർന്നു നീ ഒരുങ്ങിടുന്നുവോ? ഇവിടെ കയറി വരുവിനെന്ന ദൈവശബ്ദമേ, അതിനു വേണ്ടി ഉണർന്നു നീ ഒരുങ്ങിടുന്നുവോ? യേശു വരുന്നേ, പൊന്നേശു വരുന്നേ, വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ? വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ? യേശു വരും. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ എനിക്കുണ്ട്. അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും. പൊന്ന് പ്രിയമുള്ളവരെ, എളിവൻ പറയട്ടെ, നാം ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഉടുപ്പ് മലിനമാകാതെ സൂക്ഷിക്കാനുള്ള ദൈവകൃപയിൽ മക്കളെ ഉടുപ്പ് മലിനമാകല്ലേ, മക്കളെ ഉടുപ്പ് മലിനമാകല്ലേ, മക്കളെ ഉടുപ്പ് മലിനമാകരുത്. എൻ്റെ കർത്താവ് വരുമ്പോൾ എല്ലാവരെയും കൊണ്ടുപോകാനല്ല വരുന്നത്. ഇനി അവിടെ ചെന്നാലും തേജസ്സും കൊണ്ട് വ്യത്യാസമുണ്ട്. ചിലർ നിത്യലജ്ജയ്ക്കായി ഉണരും, എന്നാൽ ചിലരെന്ത് ചെയ്യുമെന്നറിയാമോ? അവർ ഉടുപ്പ് മലിനമാകാത്തവരാകിയാൽ കർത്താവിൻ്റെ കൂടെ നടക്കും. കരമടിച്ച് സ്തുതിച്ച് കർത്താവിൻ്റെ കൂടെ നടക്കും. അവരെ ദൈവം ആലയത്തിൻ്റെ തൂണാക്കും. നിശ്ചിതയിൽ പ്രതിഫലങ്ങൾ വേണ്ടേ? പ്രതിഫലം വിധിക്കുവാൻ കർത്താവ് വരും. അവസാനിപ്പിക്കട്ടെ. ഒരു ദൈവദാസൻ്റെ ഒരു വാക്ക് എന്നെ വല്ലാതെ ധ്യാനിപ്പിച്ചു. കോവിഡിൻ്റെ സമയത്ത് ഞങ്ങൾ ഒത്തിരി പേരിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ആ ഗ്രൂപ്പ് ഇപ്പോഴും ഉണ്ട്, ഓൺലൈനിലാണ്.
കാനഡയിലും അമേരിക്കയിലും പല രാജ്യങ്ങളിലുള്ളവരൊക്കെ ഉണ്ട് ആ ഗ്രൂപ്പിൽ. അതിനകത്ത് ഈ പെന്തക്കോസ്ത് സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത, പ്രവാചക ശുശ്രൂഷ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്, വെളിപ്പാട് ദർശനമൊക്കെ ഉള്ളവരുണ്ട്. അതിനകത്ത് വളരെ ആഴമായ വെളിപ്പാടുകൾ കാണുന്ന ഒരു ഭഗവാനുണ്ട്. പുള്ളി വളരെ സ്വർഗീയ ദർശനങ്ങളൊക്കെ കാണുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ അദ്ദേഹം കോവിഡ് കൂടി സീരിയസ് ആയിട്ട് കിടക്കുകയാണ്. സീരിയസ് ആയിട്ട് കിടക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പം ഈ ദേവദാസൻ എന്നോട് പറഞ്ഞു, അദ്ദേഹത്തെ നമുക്കിപ്പം വിടണ്ട, 5 വർഷം കൂടെങ്കിലും ജീവിക്കണം, അയക്ക് വേണ്ടി ഒന്ന് പിടിച്ച് വെച്ച് പോരാടി ഒന്ന് പ്രാർത്ഥിക്കാം, ആയുസ്സൊന്ന് ദീർഘമായിക്കോളാം. ഞാൻ ചോദിച്ചാൽ അതെന്തിനാ? വെന്റിലേറ്ററിൽ കിടക്കുക, ഇപ്പം പോയാൽ മേളിൽ ചെന്ന ഗതികേടാ, ഒരു എല്ലാ ജോലിയും മാന്യമാണ്, എന്നാലും പറയുകയാണ് അദ്ദേഹം, ഒരു തൂപ്പ് ജോലി പോലും കിട്ടാനുള്ള യോഗ്യതയില്ല, ഒന്നുമില്ല മേളി. ഞാനിങ്ങനെ പഠിച്ചപ്പം സത്യം അറുത്ത കൈക്ക് ഉപ്പിടത്തില്ല, ഒരു മനുഷ്യനൊരു ഉപകാരം ചെയ്യട്ടില്ല. എന്തുകൊണ്ട് വിശേഷം ചോദിച്ചാൽ തിരിച്ചു പറയും എല്ലാം ഉണ്ട്, എന്നാ ആ ടൈപ്പ് സാരാ. ഒരിക്കൽ പോലും കാണാത്ത ഒരാൾ പറയുന്നു മേളിൽ ചെല്ലുമ്പോൾ ഒന്നുമില്ല. എന്നെ ധ്യാനിപ്പിച്ചു, ചിന്തിപ്പിച്ചു. കുറേ നാൾ കഴിഞ്ഞപ്പം വേറൊരാൾ, ഒരു പാവം പിടിച്ച ഒരാൾ മരിക്കാറായി കിടക്കുക, ഇതുപോലെ വെന്റിലേറ്ററിലാണ്, സീരിയസാണ്. ഞാൻ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഈ ദേവദാസന് അവരെ ഒരിക്കലും 2 പേരെ അദ്ദേഹം കണ്ടിട്ടില്ല. പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, വിട്ടേര് പാർഷേ, വിട്ടേര്, പൊയ്ക്കോട്ടെന്ന് പറഞ്ഞു. പോട്ട് പാർഷേ, പോട്ടെ, ധൈര്യമായിട്ട് പോട്ടെ, വിട്ടേര്, പിടിക്കണ്ട, പൊക്കോട്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അതെന്നാ? ഇപ്പം ചെന്നിറങ്ങിയാൽ മുഖ്യമന്ത്രി റാങ്കിലാണ് ഇറങ്ങുന്നത്, ലൈറ്റ് ഇങ്ങനെ കത്തി കിടക്കുക, ദൂതന്മാർ കാറ് തുറന്നു കൊടുക്കാൻ, കയറി ഇരുന്നാൽ മതി. ഞാൻ പഠിച്ചപ്പോൾ ഉണ്ടല്ലോ, പാവം പിടിച്ചൊരു ദേവദാസനാ, പക്ഷേ ആയിരങ്ങൾക്ക് അനുഗ്രഹമായൊരു എളിയ ദാസനാ. ഒരിക്കൽ പോലും കാണാത്തൊരു ദേവദാസൻ പറയുന്നു, മേളിൽ നല്ല ആസ്തിയാ, ഇന്ന് രാത്രി മേളിൽ ആസ്തി ഉണ്ടാകണം, മേളിൽ ആസ്തി ഉണ്ടാകണം. ഒരു ദിവസം ഇവിടുന്ന് പോകും, ഒരു ദിവസം ഇവിടുന്ന് എല്ലാവരും പോകും. മേളിൽ എന്തുകൊണ്ട് ആസ്തി ഉണ്ടെന്ന് നോക്കണം. മേളിൽ ആസ്തി ഉള്ളവർക്ക് ഇവിടുന്ന് പോകുമ്പോൾ ഒരു സങ്കടവും കാണത്തില്ല. പലരുടെയും പിടി എവിടാന്നറിയാം, സൈഡിലൊക്കെയാ. ഇഷ്ടം പോലെ മണ്ണുള്ളൊരു അച്ചായൻ മരിക്കാറായി, മണ്ണ് മേടിച്ചു കൂട്ടിയതിനെ കയ്യും കണക്കില്ല, മരിക്കാറായി, വലിച്ച് കിടക്കുക. അപ്പം പുള്ളി മോനോട് പറഞ്ഞു, അനിയും ഞാൻ വരുന്ന വലിക്കുകയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം, ആരും അറിയാതെ പോയിട്ട് ഇച്ചിരി നമ്മുടെ ഇന്ന തോട്ടത്തിലെ മണ്ണ് കൊണ്ടുവന്ന് എൻ്റെ അണ്ണാക്കി ഇട്ടേക്കണം, ഞാൻ മരിച്ചോളും. കാരണം അച്ചായൻ്റെ പിടി എവിടാ, മണ്ണേലാ. ഒരമ്മച്ചി മരിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണിന് കണ്ടു. എന്ത് കൊച്ചിലെയാ, എന്ത് ചെയ്ത് അമ്മച്ചി മരിക്കുന്നു, കിടക്കുക, ഭീകര വലി. അവസാനം പിള്ളേരെല്ലാം കൂടെ കൂടി, ഈ അമ്മച്ചിക്ക് പൈസയോട് ഭയങ്കര ആർത്തിയായിരുന്നു, പിള്ളേരെല്ലാം കൂടെ കൂടി കുറച്ച് പൈസ കൈ കൊടുത്തു. ഈ അമ്മച്ചി പൈസ ചുരുട്ടി പിടിച്ചാത്തു, ഇങ്ങനെ പൈസ ചുരുട്ടി പിടിച്ചാത്തു. അമ്മച്ചിയുടെ പിടി എവിടാ? പൈസയില്ല. എന്നും അടിക്കുന്ന ഒരു അച്ചായൻ ചാകാതെ കിടന്നപ്പോൾ പിള്ളേർ ഇച്ചിരി ഒഴിച്ചു കൊടുത്തു. പുള്ളി ഞാൻ വെച്ച് കിടന്ന് ചാത്തു. പുള്ളിക്ക് ഇത് കിട്ടിയപ്പം പുള്ളി ചത്തുപോയി. പിടി എവിടാന്നുള്ള വിഷയം, പിടിയാ. ഈ പ്രൈവറ്റ് ബസ്, എനിക്ക് ഇവിടുത്തെ കാര്യം, പ്രൈവറ്റ് ബസ് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കയറുമ്പോൾ പാവം പിടിച്ച അമ്മമാർ ഈ ചന്തയിൽ പോയിട്ട് സാധനം എല്ലാം ആയിട്ട് ഇവിടെ ഒരു പേഴ്സും വെച്ചുകൊണ്ട് കയറും. അപ്പം പിള്ളേരൊന്നും എഴുന്നേറ്റ് കൊടുക്കത്തില്ല. ഈ പാവം പിടിച്ച അമ്മച്ചിമാരെ എവിടെ പിടിച്ചോണ്ട് നിൽക്കും? സീറ്റിൻ്റെ സൈഡിൽ പിടിച്ചോണ്ട് നിൽക്കും. വണ്ടി പ്രൈവറ്റ് ബസ്സല്ല, വിട്ടുപോയി വലത്തോട്ട് തിരിയുമ്പോൾ ആൻറ്റി എവിടെ പോകും? അങ്ങോട്ട് പോകും. ഇടത്തോട്ട് തിരിയുമ്പോൾ മാമ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും. അപ്പോഴത്തേന് ഇരിക്കുന്ന പെണ്ണുങ്ങളൊന്ന് നോക്കും, പെൺപിള്ളേരെ ഇങ്ങനെ എൻ്റെ ദേഹത്തോട്ട് വീഴുന്നേ. ഇവർ ഇടയ്ക്ക് ഒരൊറ്റ ചവിട്ടി ഔട്ടും. ആൻറ്റി എവിടെ ചെല്ലും? മുന്നിൽ ചെല്ലും. അപ്പോൾ ഈ സൈഡിൽ നിൽക്കുന്ന കിളി ഒരു കാര്യം പറയും, എൻ്റെ പൊന്ന ആൻറ്റി എവിടെ പിടിക്കുക? മേളി പിടിക്കാൻ. മേളി പിടിച്ചാലേ ആസ്തി ഉണ്ടല്ലേ മേളിലോട്ട് പോകത്തുള്ളൂ. സൈഡിലൊക്കെ പിടിച്ചാൽ മേളിൽ പോകത്തില്ല. മേളിൽ ആസ്തിയുള്ളവർ പോകും, അവരൊരു മടിയില്ലാതെ അങ്ങ് പോകും. ഏതായാലും ഒരു ദിവസം പോകണ്ടേ, അന്ന് ചെല്ലുമ്പോൾ പ്രതിഫലങ്ങൾ വേണ്ടേ? പ്രതിഫലം തരുന്ന ഒരു ദിവസമുണ്ട്. അതിനുശേഷം കർത്താവ് തൻ്റെ വിശുദ്ധൻ സഭയുമായിട്ട് 1000 ആണ്ട് ഭൂമിയെ വാഴാൻ വരും. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. ഒടുവിൽ കർത്താവ് ചെയ്യും. ജാതികളുടെ ന്യായവിധിയുണ്ട്, യഹൂദൻ്റെ ന്യായവിധിയുണ്ട്. ഒടുവിൽ ഈ മൃഗത്തെയും സാത്താനെ പിടിച്ച് എന്നേക്കുമായിട്ട് ദണ്ഡനത്തിലിടും. അതിനുശേഷം പുതിയ അന്ത്യവിധി, മരിച്ചവർ ആപാലവിധ ഉയർപ്പിക്കപ്പെടും. ക്രിസ്തുവിലല്ലാതെ വിടപ്പെട്ടു പോയ മുഴുവൻ പേരും ഉയർപ്പിക്കപ്പെടും. ഇത് 2ാമത്തെ മരണം. അതിനുശേഷം പുതിയ ആകാശം വരും, പുതിയ ആകാശം പുതിയ ഭൂമിയും വരും. ഒരു കാര്യം ഇറങ്ങി വരും, പുത്തനാം യെരൂശലേം ഇറങ്ങി വരും.
അന്ന് കർത്താവിനോടൊപ്പം ആര് കാണുമെന്നറിയാമോ? സഭ കാണും. ഉടുപ്പ് മലിനമാകാത്ത തൻ്റെ സഭ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കൺവെൻഷൻ്റെ അവസാന നിമിഷങ്ങളിൽ ആ പ്രത്യാശയുള്ളവരെല്ലാം ഒന്ന് എഴുന്നേറ്റ് നിന്നേ. പുത്തനാം യെരൂശലേമിൽ എത്തും. പുത്തനാം യെരൂശലേം, വെളിപ്പാട് പുസ്തകം പറയുന്നു, പുത്തനാം യെരൂശലേം ഇറങ്ങി വരും. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത്. ഹല്ലേലൂയ, ഹാലെ. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമി ഇറങ്ങി വരുന്നു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമി ഒഴിഞ്ഞുപോയി, സമുദ്രം ഇനിയില്ല. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും ഉണ്ടാകുകയില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം കേട്ട വചനത്തിന് ഒരു ഹല്ലേലൂയ അടിവര ഇട്ടുകൊണ്ട് എളിവൻ പറയട്ടെ, ഉടുപ്പ് മല്ലമാകാതെ സൂക്ഷിച്ചവർ ഹല്ലേലൂയ പ്രതിഫലങ്ങൾ വിഭജിക്കപ്പെടും. അന്നവർ കിരീടം ധരിക്കോ, അവർക്ക് പ്രതിഫലങ്ങൾ കൊടുക്കോ, അവർ 1000 ആണ്ട് ഭൂമിയെ വാഴോ. ഒടുവിൽ അന്ത്യവിധിയിൽ വിടപ്പെട്ടവർ വിധിക്കപ്പെടൂ. അതിനുശേഷം പുത്തനാം യെരൂശലേം ഇറങ്ങി വരൂ. ദൈവസഭ അതിനകത്ത് കാണോ. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ, നമ്മുടെ കർത്താവ് വരും. ഇതോ ഞാൻ വേഗം വരുന്നു. പുസ്തകച്ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ആമേൻ. കർത്താവ് യേശുവേ വരണമേ. ഹല്ലേലൂയ. ആ ഭാഗ്യപ്രത്യാശ ഉള്ളവരല്ല ഇന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കൺവെൻഷന് വേണ്ടി അധ്വാനിച്ചവരെ, നിങ്ങൾക്ക് പ്രതിഫലം തരുന്ന ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് അധികം എരിവോടെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യണം. കർത്താവിന് വേണ്ടി വലിയ കാര്യം ചെയ്യണം. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ ഇറങ്ങണം. കർത്താവിന് വേണ്ടി. അതിന് മാത്രമേ നിത്യതയിൽ പ്രതിഫലമുള്ളൂ. നിത്യതയിൽ പ്രതിഫലങ്ങൾ മേടിക്കണം. പ്രതിഫലം തരുന്ന ഒരു ദിവസമുണ്ട്. പുത്തനാം യെരൂശലേം ഇറങ്ങി വരൂ. അന്ന് ഉടുപ്പ് മല്ലമാകാത്തവർ അവൻ്റെ കൂടെ നടക്കും. ഹല്ലേലൂയ. വെള്ളയുടുത്തുകൊണ്ട് അവൻ്റെ കൂടെ നടക്കും. സഭ പുത്തനാം യെരൂശലേമിൽ പ്രവേശിക്കോ. ഇതാണ് ദൈവത്തിൻ്റെ സഭ. ആ സഭ തന്നെത്താൻ സൂക്ഷിക്കും. കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഈ രാത്രി നമുക്ക് ചേർന്ന് പാടാം.